21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റിൽ ആവുക, അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം ജോലി ഉറപ്പ്, 100% പ്ലേസ്മെന്റ്. ഏത് 100% പ്ലേസ്മെന്റ്? 6 മാസത്തെ 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ 100% പ്ലേസ്മെന്റ്. ഇവിടുന്ന് ഒരു അഷുറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞങ്ങൾ നാട്ടിൽ നിൽക്കാം, നാട്ടിൽ നിന്നിട്ട് എന്ത്? ഇത്രയും ഔട്ട്ഡേറ്റഡ് ആണ് ഈ സംഭവം വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഒരു ലൈഫിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ഒരു ചോദ്യം പുതിയ ജനറേഷനിൽ വിട്ട പുറത്തു പോകാൻ വിചാരിച്ച് നിൽക്കുന്ന ഒരുങ്ങി നിൽക്കുന്ന ഒരു കുട്ടി നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ കൊടുക്കുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ എത്ര എണ്ണം കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ ഉണ്ട് എന്നൊരു കുട്ടി നമ്മളോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടിയില്ല. ഷിംജിയുടെ കേസിനെ ഒരു കൂട്ടം സൈബർ ലോകത്തുള്ള ഒരു കൂട്ടം ആൾക്കാരെങ്കിലും ഒരു അവസരമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായാലും ഒരാൾ ചെയ്ത ക്രൈം എന്ത് ചെയ്യുന്നില്ല, ഇത് വാലിഡേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഒറ്റയടിക്ക് പിടിച്ച് പുറത്താക്കൂലല്ലോ. ഏറ്റവും ചെറിയ സംഘടന എണ്ണത്തിൽ വളരെ കുറവുള്ള, എന്നാൽ അതേസമയം ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള, കൺട്രോൾ ചെയ്യുന്ന, ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും പല മാധ്യമ സ്ഥാപനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ ആ മുക്കത്ത് നിന്നാണ് വരുന്നത്. മുക്കത്തെ സംബന്ധിച്ചിടത്തോളം മുക്കം മുനിസിപ്പാലിറ്റി 2021 വരെ ജമാഅത്തെ ഇസ്ലാമി LDF ആണ് ഒരുമിച്ച് ഭരിച്ചിട്ടുള്ളത്. കൊടിയത്തൂർ നാസർ കൊള്ളായും വസീഫും ഒക്കെ ഉള്ള കൊടിയത്തൂർ പഞ്ചായത്ത് ഇവർ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസിനെ ഇഷ്ടപ്പെടാൻ കാരണം അബുൽ കലാം ആസാദും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ. CPM അത് ചെയ്തിട്ടില്ലേ, ഇവരത് ചെയ്തിട്ടില്ലേ എന്ന് പറയാൻ എളുപ്പമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഞാൻ ഭയങ്കരമായിട്ട് ആക്രമിക്കാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാരായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇവരെല്ലാവരും ഭയങ്കര മോശം ചിന്താഗതിയുള്ളവരാണെന്നുള്ള അഭിപ്രായം എനിക്ക്. ഒരു പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇത് ഏത് സംഘടന ചെയ്താന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഏത് സംഘടന ചെയ്തെന്ന് പറഞ്ഞില്ല, അല്ലാഹു അക്ബർ എന്നുള്ള വിളിയ സമൂഹം മൊത്തത്തിൽ പിന്തുണക്കുന്ന ഒരു കോഴ്സിലായിരിക്കും ചിലപ്പോൾ ഇവർ ഇതുപോലുള്ളൊരു ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്ത് RSSനാണെങ്കിലും ഹിന്ദുത്വ ശക്തികൾക്കാണെങ്കിലും കണ്ടില്ലേ ഇവരിത് ചെയ്യുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല അവർ. ജെൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ജെൻസി പൊളിറ്റിക്സിൽ ഇറങ്ങുന്നില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആര് ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പൊളിറ്റിക്സിലേക്ക് ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യമാണ്. ഏറ്റവും പുതിയ കാലത്ത് ഏറ്റവും പുതിയ തലമുറയിൽ നിന്ന് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന അസീലാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. വെൽക്കം അസീൽ. വെൽക്കം. അസീലിനോട് എൻ്റെ അടുത്ത് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയം തന്ത വൈബാണോ? രാഷ്ട്രീയം തന്ത വൈബല്ല, പക്ഷെ രാഷ്ട്രീയത്തിന് കുറേ അധികം ആൾക്കാർ തന്ത വൈബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും അതിൻ്റെ പാപഭാരം മുഴുവൻ യുവതലമുറൻ്റെ തലയിലേക്കാണ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ പുതിയ ജനറേഷനാണ് രാഷ്ട്രീയത്തിന് എങ്ങനെ തന്ത വൈബ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് മാറ്റി നിർത്തുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് തന്ത വൈബാക്കിയതിൽ യുവതലമുറക്കുള്ള റോള് വളരെ ചെറുതാണ് പുതിയ ജനറേഷനിലുള്ള. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ പരമ്പരാഗത രാഷ്ട്രീയക്കാർ തന്നെയാണ് അതൊരു തന്ത വൈബ് അല്ലെങ്കിൽ യുവാക്കൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറ തൊടേണ്ടതായിട്ടില്ലാത്തതായിട്ട് മാറ്റിയിട്ടുള്ളത്. ഒരുപക്ഷെ സിനിമകൾക്കും അതിലൊരു റോൾ ഉണ്ടായേക്കാം. കാരണം സിനിമയിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന അഴിമതി കാണിക്കുന്ന, നാടിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ മുഖ്യധാരയിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പലപ്പോഴുള്ള ആരോപണങ്ങൾക്ക് പലപ്പോഴും ഒരു ലോജിക്ക് ഉണ്ടാവില്ല, ഒരു ബേസ് ഉണ്ടാവില്ല. ഒരു സാധാരണക്കാരൻ ആലോചിക്കുകയാണെങ്കിൽ പോലും ഓക്കെ ഇവരെന്തിനാണ് ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ലോജിക്കും ഇല്ലാത്ത ആരോപണമാണല്ലോ അല്ലെങ്കിൽ പ്രത്യാരോപണമാണല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പലപ്പോഴും മുഖ്യധാരയിൽ മെയിൻ സ്ട്രീമിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ സംഭവിച്ചു പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ് എന്നുള്ളത് കൊണ്ട് വളരെ വൈഡായിട്ടുള്ളൊരു മീനിങ് ആണ് സത്യം പറഞ്ഞുള്ളത്. അതിനെ ഭയങ്കരമായിട്ട് നാരോ ഡൗൺ ചെയ്യുന്ന ഒരു പരിപാടിയായി പോയി ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഈ TV കാണുന്ന വാദപ്രതിവാദം മാത്രമായിട്ട് രാഷ്ട്രീയം ഡിഫൈൻ ചെയ്യപ്പെട്ടു. ആ രാഷ്ട്രീയം തന്തവൈബാണ് എന്നുള്ളത് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയം ഒരിക്കലും തന്തവൈബല്ല. നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മൾ മുന്നിൽ കാണുന്ന ഇപ്പം ഏറ്റവും അവസാനത്തെ ഡൽഹിയിലെ മറ്റേ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു റീല് വന്നിരുന്നു. ഒരു യുവാവായിട്ടുള്ള ഒരാളുടെ റീലാണ്. അപ്പോൾ അവൾ പറയുന്നതിൻ്റെ മലയാളം എങ്ങനെയാണ്, അതായത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ല അൺടിൽ ആൻഡ് അൺലെസ് ഞാൻ ശ്വസിക്കുന്ന വായു പോലും രാഷ്ട്രീയം തീരുമാനിക്കുന്നതാണ് എന്ന് മനസ്സിലാകുന്നവർ. ആ അരവല്ലിയുടെ ഒക്കെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ആൻറ്റി ഗവൺമെൻറ് സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് അവൾ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നിയ സാധനമാണ്. രാഷ്ട്രീയം തന്തവൈബല്ല എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും പുതിയ തലമുറ ജെൻസിയിൽ പെട്ട ഒരാളാണ് അസീൽ. ആ സമയത്ത് ഒരുപാട് ആളുകൾ എന്റർപ്രണർഷിപ്പിനെ പറ്റി സംസാരിക്കുന്നു. അസീൽ സൈക്കോളജിയാണ് പഠിക്കുന്നത്. നോർമലി സൈക്കോളജിനെ പറ്റി വേണമെങ്കിൽ അസീൽ സംസാരിക്കാം. അങ്ങനെ മാറ്റിയിട്ട് പൊളിറ്റിക്സ് കൃത്യമായി സംസാരിക്കണമെന്ന് എപ്പോൾ മുതലാണ്? പൊളിറ്റിക്കൽ അസീലിന്റെ ഒരു ഉത്ഭവം എങ്ങനെയാണ് തുടങ്ങുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരും, അതായത് ഈ പുതിയ ജനറേഷനിൽ ആരെങ്കിലും ഒക്കെ പൊളിറ്റിക്സ് പറയുന്നുണ്ടെങ്കിൽ അവർ തുടങ്ങിയ അതേ സമയത്ത് തന്നെയാണ് 2019 ഡിസംബർ 11. അതായത് CA NRC സമയം ഇങ്ങനെ കൊട്ടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് ഓക്കെ ഇറങ്ങണം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളത് തോന്നലുണ്ടായിരുന്നത്.
അന്ന് മുതൽ രാഷ്ട്രീയം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട്. അന്ന് ഒരുപാട് സമരങ്ങൾ കാണുന്നുണ്ട്. പിന്നെ കോവിഡ് സമയത്ത് ഇത് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി. പക്ഷെ അപ്പോഴും മുന്നിലുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് +1 ആണ് പഠിക്കുന്നത്. +1ന്റെ എക്സാം എന്ത് ചെയ്യാണ്, കോവിഡിന്റെ ഇടയിൽ നടക്കുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. എൻ്റെ ഫസ്റ്റ് മീഡിയ ഡിസ്കഷൻ മാതൃഭൂമിയിൽ, അന്ന് ഹാഷ്മിദാർ മാതൃഭൂമിയിലാണ്. ഹാഷ്മിദാറുമായിട്ടുള്ള അന്നത്തെ പ്രൈം ടൈം ഡിസ്കഷൻ ആണ് എൻ്റെ ഫസ്റ്റ് ഡിസ്കഷന്. അപ്പം അതിന് ഫസ്റ്റ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1ന്റെ എക്സാം ആണ്. അപ്പം അവിടുന്ന് അങ്ങോട്ട് ഞാൻ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഇതിലെ പോളിസികൾ തീരുമാനിക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞ സൈക്കോളജി ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഓണ്ടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇതൊക്കെ ഒരു പോളിസി ബേസ്ഡ്. ഇതിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോളിസി ആയിട്ട് നാടിന്റെ രാഷ്ട്രീയമായിട്ട് ടച്ച് ചെയ്യും. അത് തീരുമാനിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. അപ്പം അത് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ അടിത്തറ പൊളിറ്റിക്സിന് വലിയ റോൾ ഉണ്ട്. പക്ഷെ ആ പൊളിറ്റിക്സ് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല, അത് സംസാരിക്കുന്നില്ല. അപ്പം ആരെങ്കിലും ഒന്നത് സംസാരിക്കണം. പിന്നെ അതായത് ഓരോരുത്തർക്കും ഓരോ നാച്ചുറൽ ഉണ്ടാവുമല്ലോ. പൊതുവെ എന്താ പറയുക, കുത്തുവർത്താനം പറയാന്ന് പറയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ പറയാന്നുള്ളത് എന്താ പറയുക, അതിൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ക്ലബ്ബായി വന്നത് പൊളിറ്റിക്സുമായിട്ടാണ്. പിന്നെ എനിക്ക് സൈക്കോളജി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ കുറേ ഓണ്ടർപ്രണർഷിപ്പ് പരിപാടികളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതെല്ലാമായിട്ട് എനിക്ക് തോന്നും ഞാനിതെല്ലാം ക്ലബ് ചെയ്യുന്നത്, ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ടന്റിൽ. അപ്പം സൈക്കോളജി ആണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നിരന്തരമായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ടീനേജേഴ്സിന്റെ കാര്യമാണ്. അത് ഞാൻ പൊളിറ്റിക്സുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ് അതിൽ ഇന്റർഫിയർ ചെയ്തേ പറ്റുള്ളൂ. പൊളിറ്റിക്കൽ തീരുമാനങ്ങളാണ് വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതെല്ലാം എൻ്റെ താല്പര്യമുള്ള മേഖലയാണ്. അതിന്റെ അടിത്തറ എന്നുള്ള നിലക്ക് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യുന്നുള്ളത് മാത്രം. തുടങ്ങിയത് CA സമയത്താണ്. ഓക്കെ. ഈ ചാപ്പ കുത്തുക എന്നുള്ളത് രാഷ്ട്രീയം പറയുന്നവർ കൃത്യമായും നേരിടേണ്ട ഒരു കാര്യമാണ്. അല്ലെ, സ്വാഭാവികമായിട്ട് ഒരാൾ രാഷ്ട്രീയം പറയുമ്പോഴേക്ക് നമ്മുടെ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം നോക്കും. കുടുംബത്തിലെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണോ, മുജാഹിദാണോ, അല്ലെങ്കിൽ നമ്മൾ KSUക്കാരനാണോ, അല്ലെങ്കിൽ നമ്മളൊരു SFIക്കാരനാണോ, അങ്ങനെയുള്ള ഒരു ചാപ്പ കുത്തൽ കിട്ടിയിട്ടുണ്ടോ? ചാപ്പ കുത്തുന്നതിനെ പറ്റിയിട്ട് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് അത് ഓരോ ദിവസം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചാപ്പകുത്തൽ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു നമ്മൾ ഈ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുമല്ലോ, ആൾക്കാർ ഉൾക്കൊള്ളുക എന്ന് പറയുമല്ലോ, അതിൽ വന്നിട്ടുള്ള ഒരു കുറവിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒരു മടിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ ചാപ്പകുത്തലും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇനീഷ്യൽ ഫേസിൽ കിട്ടിക്കൊണ്ടിരുന്ന ചാപ്പ എന്ന് പറഞ്ഞാൽ KSU എന്നുള്ള, കാരണം അത് എളുപ്പമാണ് കിട്ടാൻ. ഞാൻ ഫറൂഖ് കോളേജിൽ KSUക്കാരനായിരുന്നു, ഞാൻ അടുത്ത യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചുകൂടി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വന്നപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരായിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പം എന്റെ കമന്റ് ബോക്സ് എടുത്താണോ നീ സഖാവ് വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിറ്റി പൊളിറ്റിക്സുമായിട്ട് ഞാൻ ചേർന്ന് നിന്നിട്ടില്ല. എന്നാൽ പോലും എനിക്ക് അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി ഈ പറയുന്ന ഞാൻ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഏറ്റവും താല്പര്യമുള്ള പുതിയ കാലത്തിന്റെ നമ്മൾ ഈ പൊളിറ്റിക്സിന്റെ കുറച്ചുകൂടി ഒരു വൈഡർ ആയിട്ടുള്ള രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കലും RSSനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവിസീവ് പൊളിറ്റിക്സിനൊക്കെ ആയിരിക്കും. അതിനെ എതിർത്ത് തുടങ്ങുന്ന മൊമെന്റ് മുതലാണ് നമുക്ക് ശരിക്കുള്ള ചാപ്പ കിട്ടി തുടങ്ങുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ പേരിന്റെ അറ്റത്തുള്ള രണ്ടാമത്തെ പേരാണ്, എൻ്റെ പേര് അസീൽ മുഹമ്മദ് എന്നുള്ളതാണ്. അതാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മൾ ഏത് വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബന്ധമില്ലാത്ത വിഷയത്തിലാണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ചാപ്പ നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ആംഗിളിൽ കിട്ടും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആംഗിളിൽ കിട്ടും. ഇപ്പം ലാസ്റ്റ് ഒരു 17 വയസ്സുള്ള ഒരു ചെറിയൊരു പയ്യനാണ് അവൻ. ഞാൻ ഏത് വിഷയത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, RSSുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു വിഷയത്തിലാണ്. ഞാൻ RSSന്റെ സഞ്ചാർ സാഥി ആപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരു ആപ്പ് റിലീസ് ചെയ്യാൻ ശ്രമിച്ചു. അത് ആൾക്കാരെ ട്രേസ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റാണ്. ഞാൻ അതിൽ BJP എന്നോ RSS എന്നുള്ള ഒരു പേര് പോലും ഞാൻ എവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അതിനടിയിൽ ഈ പയ്യൻ വന്ന് കമന്റ് ഇട്ടേക്കുന്നത്, ബ്രോ നമ്മുടെ SDPI ചെയ്തതിനെ പറ്റി ബ്രോ ഒന്നും സംസാരിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ SDPI ആണ്. എനിക്ക് ട്രിഗർ ആയി, കാരണം എനിക്ക് എങ്ങനെയായാലും എനിക്ക് അലൈൻ ചെയ്യാൻ പറ്റാത്ത, യോജിക്കാൻ പറ്റാത്ത ആശയമുള്ള ഒരു ടീമാണ് SDPI എന്ന് പറയുന്നത്. അപ്പം SDPI ഇന്റേതായി. അത് ആവാനുള്ള കാരണം എൻ്റെ പേരിന്റെ അപ്പുറത്തുള്ള പേരും, അതേപോലെ ഞാൻ RSSനെയും BJPനെയും എതിർക്കുന്നു എന്നുള്ളതിനെ കൊണ്ടാണ്. ഈ ചാപ്പകുത്തൽ നിരന്തരമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കിപ്പം പേഴ്സണലി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാപ്പ പലപ്പോഴും ഈ പറയുന്ന ജിഹാദി ആ സൈഡിലേക്കുള്ളതാണ്. കാരണം ഈ പറഞ്ഞ കോൺഗ്രസ് വേഴ്സസ് CPM സംഭവത്തിലേക്ക് ഞാൻ അധികം സംസാരപ്പം എൻ്റെ എത്താത്തതിന് കൊണ്ട് അവിടേക്ക് എത്താറില്ല. അപ്പം ബേസിക്കലി ചാപ്പകുത്തലിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ ഉൾക്കൊള്ളുന്നതിലുള്ള ഒരു മടിയാണ്. അതായത് വിമർശനങ്ങളെ ആൾക്കാർ എതിർക്കുന്നതിനെ, അതിനെ ഉൾക്കൊള്ളാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം നമ്മുടെ ഒരു വക്കീലുണ്ടല്ലോ, ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഹിന്ദുത്വ കുറെ ലൈനിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഇടയ്ക്ക് ചാനലിലൊക്കെ കാണുന്ന ഒരു വക്കീലാണ്. ആള് KLF കഴിഞ്ഞ സമയത്ത് KLFുമായി ബന്ധപ്പെട്ട അയാളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് തീവ്രവാദികളുടെ കൂടാരം എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് എൻ്റെ ഏറ്റവും അവസാനം എൻഡ് ചെയ്യുന്നത് കേരളത്തിൽ തീവ്രവാദികൾക്ക് സംഘടിക്കാനും സംവദിക്കാനും ഒരു സ്ഥലമായി. അതായത് KLFന് പോയ എല്ലാവരും എന്താണ് തീവ്രവാദികളാണെന്നുള്ളതാണ് മൂപ്പരുടെ ലൈൻ. കാരണം എന്താണ്, അവിടെ ആശയങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയലോഗ് നടന്നിട്ടുണ്ട്. യോജിപ്പാണെങ്കിലും വിയോജിപ്പാണെങ്കിലും അവിടെ സംസാരം നടന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറ്റാത്താണ്, മൂപ്പർക്ക് പറ്റാത്താണ്. നമുക്ക് പറ്റാത്താണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഒരു ചാപ്പ കുത്തി കൊടുക്കാം എന്നുള്ളതാണ്. ചാപ്പ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ പറയുന്നത് മൊത്തം എന്താണ്, ആ ഒരു കോളത്തിലേക്ക് ഇട്ടിട്ട് കാണുമല്ലോ. ആൾക്കാരെ കേൾക്കാനുള്ള ഒരു മടി കൊണ്ടും
തയ്യാറാവാത്തതിനെ കൊണ്ടും ഇൻക്ലൂസീവ് ആവാത്തതിനെ കൊണ്ടുമാണ് ചാപ്പകൾ മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാലോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇപ്പം പിന്നെ ബാലൻസ്ഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പം പിന്നെ ഒരു മുസ്ലിം ലീഗിനെ പറയുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരെയായിട്ട് പറയണം, അല്ലെങ്കിൽ CPM-നെ പറയുകയാണെങ്കിൽ അങ്ങനെ ബാലൻസ്ഡ് പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, അതിൽ ഞാൻ പേഴ്സണലി ഞാൻ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ ഒഴിവാക്കാറുണ്ട്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് കിട്ടുന്ന വിഷയങ്ങൾ പല സമയത്തും ഞാൻ ഒഴിവാക്കാറുണ്ട്. വേറൊന്നും ഉണ്ടല്ല, ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഞാനത് ചെയ്തിരുന്നില്ല. ഞാൻ എല്ലാവരെയും ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഞാൻ എല്ലായിടത്തും അറ്റാക്ക് ചെയ്തിരുന്നു. മുന്നേ നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ പേഴ്സണൽ DM-ലേക്ക് എൻ്റെ വാട്സപ്പിലേക്ക് എല്ലാ ദിവസവും നിരന്തരമായിട്ടുള്ള ഈ മെസ്സേജുകൾ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് വരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബോധമുള്ള ലോജിക്കൽ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എന്നാൽ ഇവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമല്ലോ. ആ രീതിയിൽ ഞാൻ സംസാരിക്കലുണ്ട്, ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിൽ അത് ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആ വീഡിയോൻ്റെ ഒരു കോർ ഐഡിയ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കൊണ്ട് ചെയ്യാറില്ല. പക്ഷെ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, ഞാൻ അവരെ എതിർക്കാറുമില്ല. കാരണം അവർക്ക് ഇൻ ദ സെൻസ് ഇവർ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ആൾക്കാർക്ക് ഈ കാര്യം മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പം അത് ബാലൻസ് ചെയ്ത് പറഞ്ഞാലാണ് മനസ്സിലാവുക എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു ബാലൻസ് ചെയ്ത് പറഞ്ഞോട്ടെ. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഐഡിയൽ സൊസൈറ്റിയിലൊന്നും അല്ല. ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവിടെ കുറേ ആൾക്കാർക്ക് മനസ്സിലാവാത്ത വിഷയങ്ങളുണ്ട്. അപ്പം ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ക്ലിക്കാക്കി കൊടുക്കാൻ പറ്റുമോ, ആൾക്കാർക്ക് എങ്ങനെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ, അത് അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നുള്ളതാണ് പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റാൻഡ്. ഞാൻ പേഴ്സണലി ബാലൻസ്ഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഐ ചൂസ് ടു നോട്ട് ടു ഡു ദാറ്റ് വീഡിയോ. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ. ഏറ്റവും പുതിയ കാലത്ത് മെൻസ് അസോസിയേഷൻ വേണമെന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. രാഹുൽ ഈശ്വറിന്റെ പിന്നെ ഇപ്പം ദിലീപുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് ആളുകൾ കൃത്യമായി വിമർശിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഈശ്വർ എടുക്കുന്ന നിലപാടിന് ആളുകൾ എതിർക്കുന്നുണ്ട്. എന്നാൽ ഷിംജിതയിലേക്ക് വരുമ്പോൾ പിന്നെ ആ വിമർശനം വരുമ്പോൾ ആളുകൾ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരി, ഇവിടെ ആണുങ്ങൾക്ക് ഒരു അസോസിയേഷൻ, ആണുങ്ങൾക്ക് ഒരു മെൻസ് അസോസിയേഷൻ കൃത്യമായിട്ടും വേണമെന്ന് പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തെ രാഹുൽ ഈശ്വർ പിന്നെ പറയുന്ന രാഷ്ട്രീയത്തെയും ഈ ഷിംജിതയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയുള്ള സ്ത്രീകളുമായിട്ടുള്ള രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ദിലീപിന്റെ കേസിലും ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും അവർക്ക് ഈ പറയുന്ന അറ്റാക്കേഴ്സിന്റെ കൂടെ നിൽക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. മുഖ്യധാര അതിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട്, ആ അഭിപ്രായത്തിന്റെ ഭാഗം അല്ലാത്തതിനെ കൊണ്ട് എന്ത് ചെയ്തു, അന്ന് മിണ്ടാതിരുന്നു. ഷിംജിതയുടെ കേസിനെ ഒരു കൂട്ടം സൈബർ ലോകത്തുള്ള ഒരു കൂട്ടം ആൾക്കാരെങ്കിലും ഒരു അവസരമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. കാരണം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എനിക്കത് കറക്റ്റ് കത്താനുള്ള കാരണം, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഒരു കമന്റും വരാത്ത ആ വീഡിയോക്ക് ഷിംജിതയുടെ കേസ് വന്നപ്പം ഒരുപാട് കമന്റുകളാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലായില്ലെന്ന് അവസരം കാത്തു നിൽക്കുകയായിരുന്നു. ഇത് ഇവിടെ സംബന്ധിച്ചാൽ ഇപ്പം ഷിംജിതയുടെ കേസ് അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞ ദിലീപിന്റെ കേസാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണെങ്കിലും ഷിംജിതയുടെ കേസ് കൊണ്ട് വാലിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ആ ഇന്റർവ്യൂ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്തൊക്കെ ആയാലും ഒരാൾ ചെയ്ത ക്രൈം എന്ത് ചെയ്യുന്നില്ല, അവിടെ വാലിഡേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ഈ കേസിനെ എൻഡ് ടു എൻഡ്, മേ ബി വാർത്ത കാണുന്ന ആൾക്കാരെ പറ്റി അറിയില്ല, കുറച്ചെങ്കിലും ഇതിന്റെ ഇന്റേണൽ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇത് വാലിഡേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഒറ്റയടിക്ക് പിടിച്ച് പുറത്താക്കൂലല്ലോ. അതിലൊരു ആലോചിച്ച് കഴിഞ്ഞാൽ, ലോജിക്കൽ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഷിംജിതയുടെ കേസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഷിംജിതയുടെ കേസിൽ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഷിംജിതയുടെ ഒരു സിംഗിൾ കേസായിരുന്നു. ആള് ഈ വീഡിയോ എടുത്തു, അതിനിപ്പം ലെറ്റ്സ് ഇപ്പം ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീച്ചിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. റീച്ചിന് വേണ്ടി ചെയ്തു എന്ന് അംഗീകരിക്കാം. ആ മരണം ഒരിക്കലും ദീപകിന്റെ മരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അവിടെ നടന്നത് പറയുന്ന സോഷ്യൽ മീഡിയയിലെ കോടതിയാവുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കോടതിയാവുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേർഷനാണ് ദീപകിന്റെ സൂയിസൈഡിൽ നടന്നിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അങ്ങനെ തന്നെ ഉള്ളതാണ്. ഷിംജിതയുടെ കേസ് അങ്ങനെ തന്നെ ഉള്ളതാണ്. ആൾക്ക് ചെയ്തതിനുള്ള ശിക്ഷ ഇന്ത്യൻ നിയമപ്രകാരം എന്താണോ അത് കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ആ വിഷയത്തോടൊപ്പം തന്നെ ഇവിടെ വേറെ കുറേ സംഭവങ്ങൾ നടന്നു. അവിടെ ഒരിക്കലും സോഷ്യൽ മീഡിയ കോടതിയാവുന്നതിനെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ, ഈ സിംഗിൾ കേസിനെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഈ നാട്ടിൽ
ഞാൻ ആ വീഡിയോയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നാട്ടിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൽ അസോൾട്ട് നടക്കുന്നുണ്ട്, ഫ്ലാഷിങ് നടക്കുന്നുണ്ട്, മറ്റു പല രീതിയിലുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എതിരെ നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന അറ്റാക്കിൽ വളരെ ചെറിയ ശതമാനം മാത്രമാണ് പൊതുസമൂഹം അറിയുന്നത് തന്നെ. അതിൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് തന്നെ. ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള മിനിമം ബോധം, ഞാൻ അങ്ങനെ തന്നെ പറയും, മിനിമം ബോധം ഇല്ലാതായി പോയതുകൊണ്ടാണ് അന്ന് മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സെക്ഷൽ അസോൾട്ടിനെ തമാശക്കാണ്. ബസ്സിൽ മറ്റേ കുറേ ഒരു പെട്ടി കാർബോർഡിന്റെ ബോക്സ് പിടിച്ചിട്ട് ഗ്രിൽസ് പിടിച്ചിട്ട് ഇത് തമാശ ആവില്ല. കാരണം അന്ന് അതിന് തിരിച്ച് ഈ പറഞ്ഞൊരു ഫെമിനിസ്റ്റ് ആംഗിൾ എന്നൊക്കെ വന്ന സാധനം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾ എങ്ങനെ ഞങ്ങളാണ് സേഫ് ആയത്, ഇപ്പം എല്ലാ ആണുങ്ങളും ഗ്രിൽസ് ഇട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് സേഫ് ആയെന്ന് പറഞ്ഞിട്ട് അതിനൊരു തിരിച്ച് മറുപടി ആയിട്ട് വന്നിരുന്നു. ഇവരത് പറയുന്നതിന് തെറ്റു പറയാൻ പറ്റൂല. കാലങ്ങളായിട്ട് സ്ത്രീകളോട് അറ്റാക്ക് നേരിട്ടിട്ട് അവരൊരിക്കലും ഞങ്ങൾ ബസ്സിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബസ്സിന്റെ പുറത്ത് ഒരിക്കലും ഇതുപോലെ നോട്ടീസ് ഒട്ടിച്ച് വെക്കുന്ന പരിപാടി ഉണ്ടായിട്ടില്ല. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള സ്ത്രീ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കാം, ഇവർ അനുഭവിച്ചിട്ടില്ല എന്ന്. എനിക്ക് 100% ഉറപ്പാണ്. ഈ പറയുന്ന സൈബർ ലോകത്ത് ഇത്രയും അറ്റാക്ക് നടത്തുന്ന ആൾക്കാർ തന്നെ ഒന്ന് ഓപ്പൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെടുത്ത് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് അനുഭവങ്ങൾ ഡയറക്റ്റ്ലി കിട്ടും, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ അത്രയും കോമൺ ആണ്. ബസ്സിൽ, ട്രെയിനിൽ, പബ്ലിക് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും നോട്ടം മുതൽ ഇങ്ങോട്ട് എല്ലാം ഉണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിനെ അക്നോളജ് ചെയ്യാതെയാണ് ഈ പറഞ്ഞ ഓക്കെ ഇനി മുതൽ ഈ പറയുന്ന കോൾ ഔട്ട് ചെയ്യുന്ന സ്ത്രീകളെല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്പ കുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൾ ഔട്ട് ചെയ്ത എല്ലാവരും ചാപ്പ കുത്തലായിരുന്നു. എങ്കിൽ പോലും ഈ അടുത്ത് ഇപ്പോൾ നമ്മളൊരു പട്ടാളക്കാരന്റെ കേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഫേക്ക് ആയിട്ട് ഒരു പിന്നെ പറയുന്നു, അയാൾ കുറെ ദിവസങ്ങളോളം മാസങ്ങളോളം അയാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ അടുത്ത് ഒരു സ്കൂളിന്റെ പിന്നെ 'സെക്യൂരിറ്റി' ഇതേപോലെ അദ്ദേഹവും ഒരു 9 മാസം 8 മാസം അവിടുത്തെ ഒരു പെൺകുട്ടി പിന്നെ ഇയാൾക്കെതിരെ ഫേക്ക് ആയിട്ട് പറഞ്ഞതിന് പിന്നീട്. അപ്പം ഇത്തരം കേസുകൾ എങ്ങനെയാണ്? അപ്പം അതിന് ഒരു മെൻസ് അസോസിയേഷന്റെ ആവശ്യമുണ്ടോ? അപ്പം ഇങ്ങനെ ഫേക്ക് ആയിട്ട് വരുന്ന പിന്നെ സെക്ഷൽ പിന്നെ ആരോപണങ്ങളെ എങ്ങനെയായിരിക്കും നേരിടാൻ നമ്മൾ? ഞാൻ മനസ്സിലാക്കുന്ന അതിൽ മെൻസ് അസോസിയേഷൻ എന്നുള്ളതല്ല, അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നുള്ളതാണ്. ആളുകൾ പറയുന്നത് സ്ത്രീകൾക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് ഒഴിവാക്കണം, രണ്ടുപേരെയും ഒരേപോലെ കാണണം നിയമവശം എന്നാണ് പറയുന്നത്. അത് പറയുന്നിടത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന സൊസൈറ്റി ഏത് തരത്തിലുള്ളതാണ്, നമ്മൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണ കുറവുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോടാണ് ഇരിക്കുന്നത്. കോഴിക്കോടിന്റെ പോക്കറ്റുകളിലേക്ക് നമുക്ക് ഇന്നും പോയി നോക്കാം. 17ാമത്തെ വയസ്സിൽ കല്യാണം ഉറപ്പിച്ചു വെക്കുന്ന കുട്ടികളുള്ള പെൺകുട്ടികളുള്ള കോഴിക്കോടാണത്. കോഴിക്കോടും മലപ്പുറത്തും മലബാറിലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കേൾക്കാവുന്ന കഥകളാണ്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നതിനെ ഇന്നും പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതിനെ ഇന്നും എതിർക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തുടങ്ങി പെൺകുട്ടികളെ പുറത്തു വിടുന്നതിന് എതിർക്കുന്ന ആൾക്കാരുണ്ട്, പെൺകുട്ടികളെ താല്പര്യത്തിനനുസരിച്ച് കല്യാണം കഴിക്കുന്നതിന് എതിർക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗം കാലാകാലങ്ങളായിട്ട് ഇവിടെ അടിച്ചമർത്തൽ നേരിട്ട ഒരു കൂട്ടം ആൾക്കാരാണ്. നമ്മളിപ്പോൾ പറയുന്ന ഇന്ത്യയിലെ റേപ്പ് കേസുകൾ തന്നെ എടുത്തു നോക്കാം, അതിന്റെ റേറ്റ് എടുത്തു നോക്കാം, അതിലെ കൺവിക്ഷൻ റേറ്റ് എടുത്തു നോക്കാം, കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. സ്ത്രീകൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാണെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഇപ്പം നമ്മൾ ഈ റിസർവേഷന്റെ കേസ് പറയുമ്പോൾ തന്നെയാണ് ഇത് മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം റിസർവേഷൻ പറയല്ലോ, റിസർവേഷൻ ഒന്നും വേണ്ട, ഇവിടെ എല്ലാവരും ഒരുപോലെ പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഷിംജിയുടെ കേസിന്റെ സമയത്ത് നടന്ന ആ ഒരു ഇത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഇതുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ആ പരിഗണന എന്ന് പറയുന്നത് ഇവിടെ പാട്രിയാർക്കി കുറെ കാലമായിട്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട അവർക്ക് മുന്നോട്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ പരിഗണന എന്നുള്ളത്. അതിനൊരിക്കലും മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നമ്മളിപ്പോൾ നാളെ മുതൽ പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് കാണാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കാണാമെന്ന് വിചാരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇവിടെ ഉള്ള എല്ലാവരും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? നാളെ മുതൽ ഇപ്പം ഈ സ്ത്രീകൾക്കുള്ള എല്ലാ റിസർവേഷനും എല്ലാ സീറ്റ് കാര്യങ്ങളും എല്ലായിടത്തും ഒഴിവാക്കി നാളെ മുതൽ ഈ പറയുന്ന എല്ലാ പൊതുസ്ഥലത്തും സ്ത്രീകൾക്ക് എല്ലാവർക്കും തുല്യനീതി ഉണ്ടാകുമെന്ന് ഇത് പറയുന്ന ഒരാൾക്കെങ്കിലും ഉറപ്പ് കൊടുക്കാൻ പറ്റും? കഴിയൂല. വെറുതെ ചിലപ്പോൾ വർത്തമാനത്തിൽ പറയാൻ പറ്റും, പക്ഷെ റിയാലിറ്റി അറിയുന്ന ഒരാൾക്ക് അത് കഴിയൂല. അത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് എന്നുള്ളതാണ്. അപ്പം റിസർവേഷനുകൾ ഒഴിവാക്കുക, പരിഗണനകൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരിതല്ല. അത് പരിഗണനയും അത് ആനുകൂല്യവും അല്ലല്ലോ, അത് അവകാശമാണല്ലോ. അങ്ങനെ ഒരു പോയിന്റ് കൂടി അതിലുണ്ടല്ലോ. അതെ, ഏറ്റവും പുതിയ കാലത്ത് ക്യാമ്പസിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അസീൽ എന്ന് പറയുന്നത്. ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികൾ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ക്യാമ്പസിൽ പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു ക്യാമ്പസിൽ ജീവിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ ഇതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട്? ഇതിന്റെ ടോട്ടൽ അറ്റൻഡൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു 75 എത്രയോ ഉണ്ടാവുള്ളൂ. അതായത് 75% അറ്റൻഡൻസ് ആണ് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടത്. ഈ പറയുന്ന ഓഡിയോ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 80, ഓഡിയോ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 80-90 എടുത്തുണ്ടാവും. അതായത്
ക്ലാസ് കയറിയതിൻ്റെ അല്ല, പരിപാടിക്ക് പോയിൻ്റെ അറ്റൻഡൻസ് കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ 80-90 ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 75 പോയിന്റ് സംതിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പോവുക എന്നുള്ളതിനെ കൊണ്ട് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന, ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ പെട്ട കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിൽ പോയിരിക്കുന്നു, ക്ലാസ്സിൽ വരുന്ന കുറേ ലെക്ചേഴ്സ് നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കോളേജുകൾ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഞാൻ പഠിച്ച് ഫറൂഖ് കോളേജിലാണ്. ഫറൂഖ് കോളേജ് ഇപ്പോൾ കുറേ കൂടെ ഈ പറയുന്ന ക്ലാസ് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഈ അടുത്ത കാലം വരെ ആ ക്യാമ്പസിൻ്റെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ഫെസ്റ്റുകൾ നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു, ഇതിലെല്ലാം ഇൻവോൾവ് ആവുന്നു, ക്യാമ്പസ് പൊളിറ്റിക്സ് ഉണ്ടാവുന്നു, അതിൽ ഇൻവോൾവ് ആവുന്നു. അതായത് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം എൻവയൺമെന്റ് ആണ്. അവിടെ നമുക്ക് ഒരുപാട് റോളുകൾ ചെയ്യാനുണ്ട്. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ക്യാമ്പസിൽ ഇപ്പം ഫറൂഖ് കോളേജിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ എന്തൊക്കെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ കുറേ ആൾക്കാർ അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിന് ഡിസൈനിങ് നടക്കുന്നുണ്ട്, പരിപാടി നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം അടുത്ത ദിവസം എനിക്ക് ഫറൂഖ് കോളേജിൽ ഞാൻ ഗസ്റ്റ് ആയിട്ടൊരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിക്ക് പോവാണ്. അപ്പം ഈ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഓരോ പരിപാടി എങ്ങനെ നടത്തണം. കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് അടുത്ത ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയത്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തുകയാണ്. ബാബു രാമചന്ദ്രൻ വരുന്നു, അല്ലെങ്കിൽ വേറെ കുറേ പുറത്തുനിന്നുള്ള ഗസ്റ്റുകൾ വരുന്നു. ഈ കുട്ടികൾ എന്തൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, ഗസ്റ്റിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം, അവരുമായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ഇവരെങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കുന്നു, ഒരു പരിപാടി എങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ളത് പഠിക്കുന്നു. തൊട്ടപ്പുറത്ത് ബികോമിലും BBA ആണെങ്കിൽ എങ്ങനെ ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ് നടത്താം, എങ്ങനെ അവിടെ ആൾക്കാരെ മാനേജ് ചെയ്യാം, അതിന്റെ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പം അസോസിയേഷനിലൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ വലിയ പരിപാടിയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ചിലവ് വരും. അപ്പം ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 1 ലക്ഷം രൂപ റേസ് ചെയ്യാണ്, സ്പോൺസേഴ്സിനെ കാണുന്നു. അപ്പം നമ്മൾ ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒക്കെ തന്നെ ആംഗിളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുകയാണ് ഈ മൂന്ന് കൊല്ലം എന്ന് പറയുന്നത്. അപ്പം ആ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേറെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ ക്യാമ്പസിന്റെ പുറത്തേക്ക് പോയിക്കോട്ടെ, അത് അവരുടെ താല്പര്യം, ഇഷ്ടമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ക്യാമ്പസിനെ അതിന് പറ്റിയൊരു ഇടം കൂടിയായിട്ട് കാണാൻ പറ്റും. ക്യാമ്പസുകളെ റീഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അക്കാഡമിക് കരിക്കുലത്തിലെയും ബാക്കിയുള്ള സ്ഥലത്തെയും മാറ്റങ്ങൾ. ഇപ്പോൾ 75% അറ്റൻഡൻസിന്റെ വിഷയമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞൊരു 50% അറ്റൻഡൻസിലേക്ക് കൊണ്ടുവന്നതിന് പകരം കുട്ടികളുടെ ആക്ടിവിറ്റികൾക്ക് ക്രെഡിറ്റ് കൊടുക്കുക, അതിന് കുറെ കൂടെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ, ഈ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ പറയുന്നതിന് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ക്യാമ്പസുകൾക്ക് വലിയ കോൺട്രിബ്യൂഷൻ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിൽ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. ക്യാമ്പസ് കുറെ കൂടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡും സിലബസ് ഓറിയന്റഡും ആകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വെർത്ത് ഇല്ലാതായി പോകുന്നത്. കാരണം അതിന് അതിന് യൂട്യൂബ് ഉണ്ട്, അതിന് പറയുന്ന PDF ഉണ്ട്, പല പരിപാടികളുണ്ട്. 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ്, ലാലേട്ടന്റെ ഒരു പരസ്യമാണ്. അതെ, 21 വയസ്സിൽ സെറ്റ് ആവേണ്ടതാണോ നമ്മുടെ യുവത്വം? ആ ലൈഫ് സെറ്റ് എന്നുള്ളതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ 21-ാമത്തെ ലൈഫ് സെറ്റ് ആവുമെന്ന് പറഞ്ഞതിൽ പോയ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവരാരും 21-ാമത്തെ ലൈഫ് സെറ്റ് ആക്കിയിട്ടില്ല. അതൊരിക്കലും അവരാരും നെഗറ്റീവായിട്ട് കാണുന്നില്ല. കാരണം അവർ കാര്യങ്ങൾ ലൈഫ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം കുട്ടികൾ +2 കഴിഞ്ഞിട്ട് ഏജൻസിയിലേക്കൊക്കെ പോകുന്നത് പെട്ടെന്ന് ജോലി നേടണം, പിന്നെ ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടാണ്. ക്യാമ്പസിൽ നിൽക്കുമ്പോൾ നമ്മൾ 4 വർഷം നഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു പരസ്യം വരുന്നത്. 21 വയസ്സിൽ ലൈഫ് സെറ്റ് ആവണം, അല്ലെങ്കിൽ ഏജൻസിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏജൻസിയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്യാമ്പസിന് പുറത്തുള്ള ഒരു അക്കാഡമിയിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ അവർ രാഷ്ട്രീയത്തിന്റെ പുറത്തേക്കൊക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ഏരിയയിലേക്കൂടെയൊക്കെ ആയിരിക്കും അവർ പഠിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിന്റെ പ്രശ്നം സത്യം പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി നേരിടുന്ന, നമ്മളെ അടുത്തൊരു ആൻസറിലേക്ക് വരുമ്പോൾ പറയാൻ വിചാരിച്ചൊരു കാര്യമാണ്. അതായത് നമുക്കിപ്പം ലാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ജനറേഷനിൽ ലാക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സൊസൈറ്റൽ സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണക്കുറവ് ജനറേഷനിൽ നല്ല രീതിക്കുണ്ട്. നമ്മൾ എക്നോളജ് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ എന്താ ചുറ്റും നടക്കുന്നത്, എന്താണ്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നതിനെ പറ്റി ഒരു ധാരണക്കുറവുണ്ട്. ആ ധാരണക്കുറവിന്റെ തുടക്കം നമ്മൾ ഈ പറഞ്ഞ പോയിന്റാണ്. കാരണം പുറം ലോകമായിട്ടൊരു കണക്ട് ഇല്ലാതെ ഇങ്ങനെയുള്ള കുറെ പല ഏജൻസികൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ഫേമുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നടത്തുന്ന ആ വഴിയെ പോകുമ്പോൾ, അപ്പം 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റിൽ ആവുക, അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം ജോലി ഉറപ്പ്, 100% പ്ലേസ്മെന്റ്. ഏത് 100% പ്ലേസ്മെന്റ്? 6 മാസത്തെ 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് 100% പ്ലേസ്മെന്റ്. ഈ പ്ലേസ്മെന്റിന് ശേഷം വരുന്ന അവരുടെ ലൈഫ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പിന്നീട് അവരുടെ സാലറി, പിന്നെ അവരെ എത്രത്തോളം അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതോടുകൂടി ഈ കുട്ടികളെ വേറൊരു ട്രാപ്പിലേക്കാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുപോയി ഇടുന്നത്. അതായത് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 21-ാമത്തെ വയസ്സാകുമ്പോൾ സെറ്റിൽ ആവേണ്ടതാണ്. നിങ്ങൾ കുറെ എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങളെ പറ്റി പഠിക്കുക, എന്താണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിലേക്കുള്ള ഡോറ് മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ് ഇവർ ഈ പറയുന്ന 21-ാമത്തെ വയസ്സെന്നുള്ള സംഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് വേറൊരു സംഭവം കൂടി അവിടെ നടക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് അവരുടെ ചുറ്റുമുള്ള ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്, ചുറ്റുമുള്ള ലോകം എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണക്കുറവുണ്ടാകുന്നു. തിയറികൾ പഠിക്കും, അവിടെ കുറെ എക്സ്പ്ലനേഷൻസ് കിട്ടും, അല്ലെങ്കിൽ കുറെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷേ
ഇത് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവർ ഈ പഠിച്ച തിയറിക്കപ്പുറത്തേക്ക് ഇവർക്ക് പലപ്പോഴും ഒരു വിഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഓണ്ടർപ്രണർഷിപ്പിന്റെ കാര്യത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ബിസിനസ്സിലേക്കാണല്ലോ ഇറങ്ങുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പ്രശ്നം വെച്ചാൽ ബിസിനസിന്റെ പ്രാക്ടിക്കൽ സൈഡിനെ പറ്റി ഇവർക്ക് ധാരണ ഉണ്ടാവില്ല. തിയറിറ്റിക്കൽ സാധനങ്ങളൊക്കെ, അതായത് ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫേം എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, അതിനെപ്പറ്റി ധാരണ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്, ഇത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിൽഡിങ്ങിൽ ഇരുന്ന് പഠിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് തന്നെ പ്രശ്നം എന്താ വെച്ചാൽ അതൊരു രാവിലെ നിങ്ങൾ 9 മണിക്ക് വരും, നിങ്ങൾ ക്ലാസ്സിനിരിക്കും, ബ്രേക്ക് ഉണ്ടാവും, ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ക്ലാസ്സിനിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ പോകും. അങ്ങനെ ഒരു 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പം ഈ പറയുന്ന 21 വയസ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു എക്സാം എഴുതും, നിങ്ങൾ കുറേ പ്രിപ്പയർ ചെയ്തൊരു എക്സാം എഴുതും. എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്റെ ഇന്റേൺഷിപ്പിലേക്കോ അതിന്റെ ട്രെയിനിങ്ങിലേക്കോ പോകുന്നത്. നിങ്ങൾ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ബിസിനസ്സും എല്ലാം ഇവിടുത്തെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടി എല്ലാതരം മനുഷ്യന്മാരെ രാവിലെ മുതൽ കാണുന്നുണ്ട്. കോളേജിലെ ഗേറ്റിലെ സെക്യൂരിറ്റി മുതൽ ക്ലാസ് ടീച്ചർ വരെയുള്ള എല്ലാവരും മൂഡ് സ്വിങ്സിലൂടെയാണ് ഈ കുട്ടി കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരോടൊക്കെ പെരുമാറുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പല സ്ഥലത്തു നിന്ന് വന്ന ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പുറത്തും ഉണ്ടാവും, പക്ഷെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ട്, ഓല വീട്ടിലെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് പരിപാടികൾ, ഇത് അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണല്ലോ ഇവരൊക്കെ വരുന്നത്. ഇവരെ മുഴുവൻ പെർസ്പെക്റ്റീവ് കണ്ടിട്ടാണ് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞ ഇതൊക്കെ യൂസ് ആക്കുന്ന കുട്ടികളെ പറ്റിയിട്ടാട്ടോ, രാവിലെ കോളേജിൽ പോയി ഒരു പരിപാടിയിൽ ഇൻവോൾവ് ആവാത്ത ആൾക്കാരെ പറ്റിയിട്ടല്ല. ഇങ്ങനെ ആക്കിയിട്ടാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്, ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. അത് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പം ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബീച്ചിൽ ഇറങ്ങിയിട്ട് പ്രധാനമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന മറുപടികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവായിട്ടുള്ള സൊസൈറ്റിയൽ കാര്യങ്ങളിലുള്ള ധാരണക്കുറവുകൊണ്ടും അറിവില്ലായ്മയോടുമാണ്. അത് തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള കുറെ കൂടെ എന്താ പറയുക, കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്നാണ്, അങ്ങനത്തെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സെറ്റപ്പ് എന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം ഒരു വൃദ്ധസദനമാവുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടാൻ സാധ്യത കുറവാണ്, നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്തു പോയി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. ആ ഒരു തലമുറയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ പിന്നെ ഇവിടെ നിൽക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകുന്നതിനേക്ക് എങ്ങനെയാണ് അസീൽ നോക്കി കാണുന്നത്? ഞാൻ പുറത്തു പോവുക, ഇവിടെ നിൽക്കുക എന്നുള്ളതിന് പകരം ഈ വിഷയത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഇപ്പം ലെറ്റ്സ് ഒരുപാട് ആൾക്കാർ നമ്മുടെയൊക്കെ ഈ പറയുന്ന കോഴിക്കോട്ടെയും മലപ്പുറത്തെയും അല്ലെങ്കിൽ ഈ ഒരു മലബാർ ഇവിടുത്തെ നമ്മുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട കുറേ ആൾക്കാർ പുറത്തുള്ള ഒരുപാട് സ്കോളർഷിപ്പുകളൊക്കെ കിട്ടി, ഇന്റർനാഷണൽ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ഒക്കെ കിട്ടി അവിടെ പോയി PhD ചെയ്യുന്ന, അവിടെ പോയി മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പെരാസ്മസ് മുണ്ടസ് പോലെയുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ കിട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർ പുറത്തു പോകുന്നതും നമ്മൾ ഈ പറയുന്ന ഏജൻസികൾ വഴി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നടക്കുന്ന ഒരു ബൾക്കായിട്ടുള്ള പുറത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കും രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മറ്റേതൊരു വിഷൻ്റെ പുറത്ത് പോകുന്നതാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ പോകേണ്ടത് ഈ ദിശയിലാണ്, ഈ ദിശയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഇന്ന സ്ഥലത്താണ്, അങ്ങനെ ഞാൻ പോകുന്നു. മറ്റേത് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കാര്യമൊന്നുമില്ല, ഈ ഏജൻസി പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടും. അതായത് ഏത് കോഴ്സിന് പോകുന്നു എന്നുള്ളത് പോലും അല്ല, ഈ കോഴ്സിന് പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഇത്ര എളുപ്പമായിരിക്കാം, ആ പാർട്ട് ടൈം ജോബിന് പോകുന്നു. അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ലൈഫ് സെറ്റിൽ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത് തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നു. ഈ ഏജൻസികളും ഈ പറയുന്ന വിദേശത്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വിദേശം പോലും വേണ്ട, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികൾ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും, പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ആവുക എന്നുള്ള ആ ഒരു ഫേസ് തന്നെയാണ്. പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ പോയിട്ട് പാർട്ട് ടൈം ജോബ് കിട്ടുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഇവരെടുത്ത കോഴ്സ് ഏതാണെന്നുള്ള ഇവർ ശ്രദ്ധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ആ കോഴ്സ് ചെയ്യുമ്പോൾ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഇനിയിപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഭയങ്കരമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാകുന്നു. ഇത് പക്ഷേ ഓരോ ദിവസവും കൂടാൻ കാരണം അല്ലെങ്കിൽ ഓരോ വർഷവും എന്നിട്ടും നമ്മളിപ്പം ഈ വിഷയമൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം ഓരോ വർഷവും കൂടാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് ഒരു അഷ്വറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞങ്ങൾ നാട്ടിൽ നിൽക്കാം, നാട്ടിൽ നിന്നിട്ട് എന്ത്, ഇവിടുത്തെ അക്കാഡമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങൾ പിന്നിലുള്ളതാണ്, ഇത്രയും ഔട്ട്ഡേറ്റഡ് ആണ്. ഈ സംഭവം വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഒരു ലൈഫിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ഒരു ചോദ്യം പുതിയ ജനറേഷനിൽ വിട്ട പുറത്ത് പോകാൻ വിചാരിച്ച് നിൽക്കുന്ന ഒരുങ്ങി നിൽക്കുന്ന ഒരു കുട്ടി നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി ഉണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പം ബാംഗ്ലൂർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോകുന്നതിന് പകരങ്ങൾ നാട്ടിൽ നിൽക്കുന്ന പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ കൊടുക്കുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ എത്ര എണ്ണം കേരളത്തിലെ സർക്കാർ കോളേജുകളിലുണ്ട് എന്നൊരു കുട്ടി നമ്മളോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഇല്ല. പുതിയ കോഴ്സുകൾ, AI ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എത്ര എണ്ണം കേരളത്തിലുണ്ട്, എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം അത് ബെറ്റർ ഓപ്പർച്യൂണിറ്റികളും ബെറ്റർ
എന്താ പറയാ ഓപ്ഷൻസ് ഉള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP ബന്ധപ്പെട്ട് ഇത്തരം കോഴ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും NEP എതിർക്കുമ്പോൾ ഇത്തരം കോഴ്സുകളെ കൂടിയല്ല നമ്മൾ എതിർക്കുന്നത്. ആണ്, പൂർണ്ണമായിട്ട് NEP എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും NEPയുടെ ഭാഗമായി കിട്ടുന്ന ഞാൻ NEPയുടെ പ്രപ്പോസൽ വായിക്കുമ്പോഴും അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിന് ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ ഈ NEPക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് കുട്ടികളുടെ ആക്ടിവിറ്റികൾക്ക് അല്ലെങ്കിൽ കുറെ കൂടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പരിപാടികൾക്ക് അതിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ NEP മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന FIUGPയുടെ തന്നെ FIUGP തന്നെ NEPയുടെ തുടക്കത്തിൽ വന്നിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പോസിറ്റീവ് സൈഡുകളുണ്ട്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ NEP അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ പരിപാടിയിലും ചെയ്യുന്നത് പോലെ തന്നെ ഒരു പോളിസി പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വേറെ കുറേ കാര്യങ്ങളോട് കാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു ലോങ് ടൈമിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഓൾറെഡി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയാതെ വളരുന്ന ഒരു ജനറേഷന്റെ അവർ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾക്കകത്തേക്ക് കൂടി ഈ പറയുന്ന അജണ്ട വരുമ്പോൾ അത് ലോങ് ടേമിൽ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചില്ലറൊന്നുമില്ല. കാരണം ഇവരുടെ തോട്ട് പ്രോസസ് ആണെങ്കിലും ഇവരുടെ പൊളിറ്റിക്സ് ആണെങ്കിലും ഇവർ പോലും അറിയാതെ അവർക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ആ പൊളിറ്റിക്സ് ആണെങ്കിലും രൂപീകരിക്കപ്പെടുന്നത് പലപ്പോഴും ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നായിരിക്കും. ആ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതിയിടുക എന്നാകുമ്പോൾ അതിൽ പ്രശ്നമുണ്ട്. സവർക്കർ ഷൂ ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ സവർക്കർ മാപ്പ് എഴുതിയിട്ടില്ല, സവർക്കർ ഒരു വീരനായിരുന്നു എന്നൊക്കെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിടുമ്പോൾ ആ കുട്ടിയോട് പിന്നെ നമ്മൾ പോയി പറഞ്ഞ് യഥാർത്ഥ ചരിത്രം പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച് എന്നുള്ളൊരു തിരിച്ചുള്ള ചോദ്യം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ളൊരു തലമുറനെ വളർത്തിയെടുക്കാൻ ഇത് കാരണമാവും എന്നുള്ളതാണ് തോന്നുന്നത്. അതെ, ഓക്കെ. അസീല് ഒരു മുക്കംകാരനാണ്. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ രീതിയിൽ പ്രവർത്തനമൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് അസീല് വരുന്നത്. സ്വാഭാവികമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എല്ലാ സമയത്തും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായ ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിലേക്കാണ് കൃത്യമായിട്ട് പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നിലമ്പൂർ ഇലക്ഷന്റെ സമയത്താണ് വെൽഫെയർ പാർട്ടി UDFന് അനുകൂലമായി സംസാരിക്കുകയും അതിനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിക്കുകയും ഏറ്റവും പുതിയ കാലത്ത് ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വലിയ രീതിയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി UDFനെ വിഴുങ്ങുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ അടുത്ത കാലത്തായിട്ട് കേട്ടിട്ടുള്ള ഒരുപാട് തലക്കെട്ടുകൾ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഭവത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഘടനക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയോറിറ്റി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഞാൻ 5 കൊല്ലം പഠിച്ചത് ചേന്നൂർ ഹൈസ്കൂളിലാണ്. ചേന്നൂർ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും, അതായത് അവരുടെ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം മത സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും ചെറിയ സംഘടനയാണ്. ഇവർ എണ്ണത്തിൽ വളരെ കുറവുള്ള, എന്നാൽ അതേസമയം ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള, കൺട്രോൾ ചെയ്യുന്ന, ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും പല മാധ്യമ സ്ഥാപനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. വിഴുങ്ങാനുള്ള ഒരു പൊട്ടൻഷ്യൽ, ഞാൻ ആ രീതിയിലാണ്, വിഴുങ്ങാനുള്ള ഒരു പൊട്ടൻഷ്യൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പറഞ്ഞ പോലെ ആ മുക്കത്ത് നിന്നാണ് വരുന്നത്. മുക്കത്തെ സംബന്ധിച്ചിടത്തോളം മുക്കം മുനിസിപ്പാലിറ്റി 2021 വരെ ജമാഅത്തെ ഇസ്ലാമി LDF ആണ് ഒരുമിച്ച് ഭരിച്ചിട്ടുള്ളത്. കൊടിയത്തൂർ നാസർ കൊള്ളായും വസീഫും ഒക്കെ ഉള്ള കൊടിയത്തൂർ പഞ്ചായത്ത് ഇവർ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. മത്സരിച്ചിട്ടുണ്ട്, റാലികളും ബാക്കിയുള്ളതും ഒക്കെ നടന്നതായിട്ട് ഓർമ്മയുണ്ട്. അപ്പം ആ സമയത്ത് ഇല്ലാതിരുന്ന ഒരു വിഷയങ്ങൾ പുതിയതായിട്ട് UDFനെ വിഴുങ്ങും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ വ്യക്തിപരമായി വരുമ്പോൾ ഞാൻ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ കോൺഗ്രസിനെ ഇഷ്ടപ്പെടാൻ കാരണം അബുൽ കലാം ആസാദും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെയാണ്. അവർ കോൺഗ്രസിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ലെഗസി ഉണ്ട്. അവർ കോൺഗ്രസിന് കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുള്ള ഒരു ലെഗസി ഉണ്ട്. ആ ലെഗസിയിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് കോൺഗ്രസ് പുനഃപരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാട്ടബോട്ടറി പറയാൻ വളരെ എളുപ്പമാണ്. CPM അത് ചെയ്തിട്ടില്ലേ, ഇവരത് ചെയ്തിട്ടില്ലേ എന്ന് പറയാൻ എളുപ്പമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഞാൻ ഭയങ്കരമായിട്ട് ആക്രമിക്കാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാരായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇവരെല്ലാവരും ഭയങ്കര മോശം ചിന്താഗതിയുള്ളവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഐഡിയോളജിക്കലി സ്പീക്കിംഗ് കോൺഗ്രസിന്റെ മാതൃക എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അബുൽ കലാം ആസാദുമാണ്. ഇവരുടെ ജീവിതകാലം നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം. ഇവരുടെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന കാലത്ത് ആരോടാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിരുന്നത്, ഏത് ഐഡിയോളജിയോടാണ് എന്നുള്ളത് പരിശോധിക്കാം. അത് പരിശോധിച്ചതിന് ശേഷം ആയിരിക്കണം UDF ആയാലും കോൺഗ്രസ് ആയാലും എടുക്കേണ്ടെന്ന നിലപാട്. ഞാനത് കോൺഗ്രസ് എന്നുള്ളതിൽ കുറേ ചെയ്യാൻ കാരണം ഈ രണ്ടുപേരും കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പം മൊയ്ത് മൗലവി ആണെങ്കിലും കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പം ഇവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ട്. ഐഡിയോളജിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലൊരു മുന്നണിയെ വിഴുങ്ങാൻ മാത്രമൊന്നും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവരവരുടെ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നതും ഒരു പരിധിവരെ എതിർക്കപ്പെടേണ്ടുന്ന ഒന്നാണ് തോന്നുന്നില്ല. അൺടിൽ ആൻഡ് അൺലെസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻക്ലൂസിവിറ്റിയുടെ പ്രശ്നമുണ്ട്. മനുഷ്യന്മാരെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ആർക്കാണെങ്കിലും, അത് നമ്മൾ ഈ RSSനെ അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് വിങ്ങും പറയാൻ പറ്റില്ല. അതായത് ഭൂരിപക്ഷ
കക്ഷികളെ മാത്രം നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോൾ SDPI ആണെങ്കിലും സമാനമായിട്ടുള്ള കക്ഷികളാണെങ്കിലും അവർ ചെയ്യുന്ന, കാരണം ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ SDPI ഉൾപ്പെടെയുള്ള കക്ഷികൾ പലപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, ഇപ്പം ഉദാഹരണത്തിന് എടുക്കാം, പേര് ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ആൾക്കാർ തന്നെ ആയിരിക്കാം. ഹിജാബുമായി ബന്ധപ്പെട്ടൊരു സമരം നടക്കുന്നു. ഹിജാബ് അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സമരം നടക്കുന്നു. ആ സമരത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് സംഘടിക്കുന്നു, ഹിജാബിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഇസ്ലാം മതത്തിൽപ്പെട്ട കുറച്ച് സ്ലോഗനുകൾ നമ്മൾ ഉയർത്തുകയാണ്. ആ ഉയർത്തുന്നിടത്ത് ആ പോയിന്റിൽ ഒരു പ്രശ്നമുണ്ട്. ആ പോയിന്റ് മുതലാണ് എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ അല്ലെങ്കിൽ ഈ ആളുകളുമായിട്ടോ യോജിക്കാൻ കഴിയാതിരിക്കുന്നത്. അതായത് ഈ സൊസൈറ്റി ഒരു സന്ദേശം മുന്നോട്ട് കൊടുക്കുമ്പോൾ ഇവർ ഇതാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇത് ഏത് സംഘടന ചെയ്താന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഏത് സംഘടന ചെയ്തെന്ന് പറഞ്ഞില്ല, അല്ലാഹു അക്ബർ എന്നുള്ള വിളി നടക്കുന്നു. ഇത് ചിലപ്പം സമൂഹം മൊത്തത്തിൽ പിന്തുണക്കുന്ന ഒരു കോസിലായിരിക്കും ചിലപ്പോൾ ഇവർ ഇതുപോലുള്ളൊരു ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്ത് RSSനാണെങ്കിലും ഹിന്ദുത്വ ശക്തികൾക്കാണെങ്കിലും കണ്ടില്ലേ ഇവരിത് ചെയ്യുന്നത്, ഇതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവരൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നു. ഇവരൊരു ഉദാഹരണം മുന്നോട്ട് വെക്കുന്നു. ഈ ഉദാഹരണം ഒരിക്കലും ബാക്ക് ടു ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല അവർ. അപ്പോൾ പിന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ആ പോയിന്റ് മുതലാണ് ഇവരുമായിട്ടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇവരുമായിട്ടുള്ള വിയോജിപ്പ് തുടങ്ങുന്നത്. അല്ലാതെ ഇവർ ഭയങ്കരമായിട്ട് ഇവർ അറ്റാക്ക് ചെയ്യപ്പെടേണ്ടവരാണെന്നുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ ഈ ഒരു നിലപാടിലേക്ക് എപ്പം വരുന്നോ അപ്പം അത് പ്രശ്നമാണല്ലോ. CPM പറയുന്ന മറ്റൊരു ആരോപണം, ജമാഅത്ത് ഇസ്ലാമി ഒരു മാൻ പവറിൽ നമുക്ക് ഒരുപാട് തോന്നുന്നില്ല എങ്കിലും മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ വലിയ രീതിയിൽ ഫേക്കായിട്ട് ഞങ്ങളുടെ സർക്കാരിനെതിരെ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഫേക്ക് അവർ UDFന്റെ ഭാഗമായിട്ട് UDFന് അടുത്ത ഭരണം കൊണ്ടുവരാനായിട്ട് വലിയ രീതിയിൽ സഹായിക്കാനായി മീഡിയ വണ്ണിലൂടെ ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം CPM പറയുന്നുണ്ട്. ആ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? മീഡിയ അതിൽ അപ്പോഴും നമ്മൾ റിവേഴ്സ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ മാൻ പവറിൽ ഭയങ്കരമായിട്ട് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ മീഡിയ വണ്ണിന്. കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഭയങ്കരമായി കോർപ്പറേറ്റ് വൽകൃതമല്ലാത്ത എല്ലാ മാധ്യമങ്ങളും അത്യാവശ്യം നല്ല നഷ്ടത്തിലൂടെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ മാധ്യമത്തിലാണെങ്കിലും ഈ പറയുന്ന മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മാധ്യമത്തിലാണെങ്കിലും ഇപ്പോൾ വലിയ സമരം നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ സമരത്തിലാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മീഡിയ വൺ ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ പുഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ മീഡിയ വണ്ണിന് അത്ര വലിയ വ്യൂവർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം UDFന്റെ വ്യൂവേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. UDFന്റെ വ്യൂവേഴ്സ് ഉണ്ടാവാനാണെന്നുണ്ടെങ്കിൽ ഈ ജയ് ഹിന്ദ് എന്ന് പറയുന്ന ചാനൽ ഇക്കോലത്തിൽ കിടക്കും ഇല്ലല്ലോ. അപ്പം മീഡിയ വൺ അങ്ങനെ ഒരു പ്രോ UDF ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെയുള്ള സബ്സിഡറി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോഴും മീഡിയ വണ്ണിന് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു UDF അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവർ എഡിറ്റോറിയൽ പോളിസിയിലുണ്ട്. അത് UDFന് അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ പോളിസി പലപ്പോഴും UDF അലൈൻഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൽ പുതിയൊരു ചാനലും കൂടി വരാൻ പോവുകയാണ്, ബിഗ് TV എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ജേർണലിസ്റ്റുകൾ ഓരോ ചാനലിൽ നിന്ന് ചാനലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ചാനലുകളുടെ സ്റ്റൈലിൽ ഇപ്പോൾ 24 ന്യൂസ് വന്നതിന് ശേഷം ചാനലിൻ്റെ സ്റ്റൈല് മാറുന്നു. അവർ കോട്ട് ഒഴിവാക്കുന്നു, ആളുകളുടെ ഇടയിലേക്ക് കയറുന്നു, കുതിരമൽ കയറിയിരിക്കുന്നു, ഉത്സവങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ സംപ്രേഷണം നൽകുന്നു. ഇത്തരം സാധനങ്ങൾ ഇപ്പോൾ മാധ്യമം എന്ന് പറയുന്ന സാധനം ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ശരിയാ, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് നമ്മുടെ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞതുപോലെ ഒരു സർക്കസ് കൂടാരം പോലെ മാറിയിട്ടുള്ള ഒരു ചാനൽ സംസ്കാരത്തെ എങ്ങനെയാണ് ഒരു പുതിയ തലമുറയിലെ ഒരാളെന്ന നിലയിൽ നോക്കിക്കാണുന്നത്? ന്യൂസ് കാർണിവൽ ആകുകയെന്ന് അറിയില്ല. ന്യൂസ് കാർണിവൽ ആക്കണവരുടെ 24ന്റെ വരവോട് കൂടിയിട്ടാണ്. 24 പിന്നെ റിപ്പോർട്ടർ, ഇപ്പൊ ബിഗ് TV. അതിന് പിന്നിലുള്ള ഒരാളാണ് ബിഗ് TV തുടങ്ങുന്നത്. അതെ, അനിൽ അരൂര് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ബിഗ് TV തുടങ്ങുന്നത്. അപ്പം അനിൽ അരൂർ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാനലുകൾക്കായിട്ടോ ഉള്ള ഒരു സ്റ്റൈൽ ഇവിടെ കൊണ്ടുവന്ന ഇത് നമുക്കൊരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് തോന്നും, ഓക്കെ എല്ലാവരെയും ന്യൂസിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ബേസിക് എത്തിക്സിനോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അരുൺകുമാർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ കാലഘട്ടത്തിൽ വലിയ കാലത്ത് അതിപ്പോ എനിക്ക് തോന്നുന്നു ആള് മീഡിയ വണ്ണിൽ കുറെ കാലം ഉണ്ടായിട്ടുണ്ട്, അത് കഴിഞ്ഞ് പല സ്ഥാപനങ്ങളിലും കുറെ കാലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്നിട്ട് ആള് കഴിഞ്ഞ ദിവസം ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു UK നിന്ന് തിരിച്ചു വരുന്ന ഒരു മലയാളിയെ എയർപോർട്ടിൽ കസ്റ്റംസിനോട് തട്ടിക്കയറിയതിന് പിടിച്ചു വെച്ചൊരു വാർത്തയാണ്. ആ വാർത്ത ഇയാൾ വായിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു ചായക്കടയിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ഇവന്റെ ഒക്കെ അഹങ്കാരം കണ്ടില്ലേ, ഇങ്ങനെയൊന്നും അഹങ്കാരമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള നിലയിലാണ് അരുൺകുമാർ ആ വാർത്ത വായിക്കുന്നത്. ആ വാർത്തയുമായിട്ട് അല്ലെങ്കിൽ ആ സ്റ്റൈലിലുള്ള വാർത്തകളുമായിട്ട് യോജിച്ച് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് വ്യക്തിപരമായിട്ട് കഴിയാത്തൊരു കാര്യമാണ്. എനിക്കൊന്ന് പുതിയ തലമുറയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം
നമ്മൾ ഈ കമന്റ് ബോക്സിലെല്ലാം കാണുന്നതിനപ്പുറം ഇതെല്ലാം വളരെ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ. ഒരു ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ അഫാൻ നടത്തിയിട്ടുള്ള ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ കഥ ഉണ്ടായിരുന്നു. ആ അഫാന്റെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് റിപ്പോർട്ടർ TV അഫാന്റെ റൂട്ട് മാപ്പ് ഒക്കെയാണെന്ന് കവർ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം റിപ്പോർട്ടർ TVയുടെ വാർത്ത അഫാൻ ഇൻട്രോവേർട്ടുകളുടെ കാര്യം എന്താണെന്നുള്ളതൊക്കെയാണ്. അതായത് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒട്ടും റെലവെന്റ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടിടുന്നു. ആൾക്കാരുടെ ഈ ജിജ്ഞാസ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും മലയാളിക്ക് അറിയാം, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ കൂടുതൽ താല്പര്യം എല്ലാവരും തമാശക്ക് പറയുമല്ലോ. ആ ജിജ്ഞാസ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത് അത് TRP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വ്യൂവേഴ്സ് തന്നെ അതിനെ സ്വീകരിക്കുന്ന സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള മനസ്സിലായി. കാരണം TRP റേറ്റിംഗിൽ ഇപ്പൊ എന്തൊക്കെ സ്കാം നടന്നു കഴിഞ്ഞാലും യൂട്യൂബിലെ ലൈവ് അതിലും സ്കാം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസ് കൂടുതലാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്താണെങ്കിലും ഇവർ കിട്ടുന്ന എൻഗേജ്മെന്റ് കണ്ടാൽ മനസ്സിലാവും. അതിലേക്ക് നമ്മൾ ഓഡിയൻസ് തന്നെ മാറിയിട്ടുണ്ട്. അതൊരിക്കലും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലായിട്ട് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. കാരണം ഈ വാർത്തകളുടെ ഒരു ക്രീം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ ഏരിയ ഉണ്ടല്ലോ, അത് പലപ്പോഴും മിസ്സായി പോകുന്നുണ്ട്. വാർത്തകളുടെ ഡീറ്റെയിലിന് പകരം ഇപ്പോൾ പലപ്പോഴും നടക്കുന്നത് വെച്ചാൽ അതിന്റെ സർഫസ് ലെവലിലുള്ള വേറെ കുറെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചർച്ചയാവുക എന്നുള്ളതാണ്. പക്ഷെ പുതിയ തലമുറയും കൂടി അട്രാക്ട് ചെയ്യിപ്പിക്കാനാണ് ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നുണ്ട്. നമ്മൾ പഴയൊരു ചട്ടക്കൂടിലാണ് വാർത്തകൾ വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറയിൽ ആളുകൾ അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളതും അവർ പറയുന്നൊരു കാര്യമാണ്. അതിനെങ്ങനെയാണ്? അതായത് സ്റ്റൈലിൽ മാറ്റം വരണ്ട എന്നുള്ളതല്ല, അതായത് ഒന്നും മാറാതെ പഴയ രീതിയിൽ തുടരുക എന്നുള്ളത് അത് ഏത് രംഗത്താണെങ്കിലും അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. കാലത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ടും മാറണം. പക്ഷെ ആ മാറ്റം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രാധാന്യം കിടക്കുക. ഇപ്പം നിങ്ങൾ ഡൂൾ ന്യൂസ് നിങ്ങൾ അതിന്റെ ഭാഗമായിരിക്കും. നിങ്ങൾ ഒരിക്കൽ പോലും ഇവിടെ ന്യൂസ് കാർണിവൽ പോലത്തെ ഒരു പരിപാടി നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ അട്ടഹസിച്ചുകൊണ്ട് വലിയ ചിരി ഒച്ചയും പഴയ ഉണ്ടാക്കിക്കൊണ്ടുള്ള വാർത്താ വായന നടത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓൺലൈൻ രംഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ട്രൂ കോപ്പി അല്ലെങ്കിൽ ദ ക്യൂ, ഇവരാരും ഇതുവരെ അട്ടഹസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ 4 ആൾക്കാർ കൂടി എന്നിട്ട് ഒച്ചയും പഴി ഉണ്ടാക്കുന്ന സംഭവം ചെയ്തിട്ടില്ല. അവർ ഓൺലൈൻ മാധ്യമ രംഗത്ത് അവർ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഓഡിയൻസിന് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അവർ കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അവരുടെ പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ട്. അഗൈൻ ബാക്ക് ടു നമ്മൾ മീഡിയ വണ്ണിന്റെ കാര്യം പറഞ്ഞു. മീഡിയ വണ്ണിന് എന്തുകൊണ്ട് ഇപ്പോഴും ഇത്ര ഓഡിയൻസ് കിട്ടുന്നു എന്ന് പറഞ്ഞു. മീഡിയ വണ്ണ് നമ്മൾ ഈ വിമർശനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ മീഡിയ വണ്ണിനെ വിമർശിക്കാറുണ്ട്. കാരണം തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ രേവന്ത് റെഡ്ഡിയെ പറ്റിയിട്ട് അന്ന് ദാവൂദ് ആണെന്ന് തോന്നുന്നു, രേവന്ത് റെഡ്ഡിയെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്തിട്ട് അവിടെ ഏതോ ഒരാളുണ്ടല്ലോ, അറിയില്ല, ഏതായാലും ചന്ദ്രബാബു നായിഡു ഒക്കെ ടവറിംഗ് ലീഡറാണ്, അവിടെ ചിലപ്പോൾ പ്രതിപക്ഷമൊക്കെ ആവാനേ ചാൻസ് ഉള്ളൂ. അതായത് തെലങ്കാന ഇലക്ഷന് മുമ്പ് ഏകദേശം ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും അറിയാം അവിടെ രേവന്ത് റെഡ്ഡിയുടെ കീഴിൽ എന്ത് ചെയ്യാൻ പോവാണ്, മാറ്റം വരാൻ പോവാണെന്നുള്ളത്. രേവന്ത് റെഡ്ഡിയുടെ പേര് പോലും അറിയാതെയാണ് ഔട്ട് ഓഫ് ഫോക്കസ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ പോലും ഇല്ലാതെ അവർ പലപ്പോഴും ചർച്ച നടത്താറുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ പറയുമ്പോഴും മീഡിയ വൺ എന്ത് ചെയ്തിട്ടില്ല, ഒരു തവണ പോലും ഈ പറയുന്ന ഈ സ്റ്റൈലിനെ അവർ എടുക്കാൻ പോയിട്ടില്ല. അവർ അതേസമയം സ്പോർട്സും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളും വളരെ വൃത്തിക്ക് അവർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പം മീഡിയ വണ്ണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചാനലാണെന്നുള്ളത് അവരല്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പം എന്നിട്ട് പോലും കേരളത്തിൽ ഇവർക്ക് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുറച്ചുകൂടി ഒരു ഡീസൻ്റ് ആയിട്ട് പ്രഥമ ദൃഷ്ടിയാൽ മാധ്യമപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പം പുതിയ സ്റ്റൈലായിക്കോട്ടെ, ഇവരുടേതൊക്കെ പോലെയുള്ള പുതിയ സ്റ്റൈലായിക്കോട്ടെ, പക്ഷെ ആ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരിക്കലും മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ ക്യാൻസൽ ചെയ്യുന്നവരുത്. ആൾക്കാർ വിവരങ്ങളും വാർത്ത അറിയാനാണല്ലോ വാർത്ത കേൾക്കുന്നത്. അട്ടഹാസങ്ങൾ കേൾക്കാനോ എന്തിന് നോക്കി വായിക്കുന്ന കവിത കേൾക്കാനോ അല്ലല്ലോ ആൾക്കാർ വാർത്ത കേൾക്കുന്നത്. ഓക്കെ, അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനിയുള്ള 5 വർഷം ആര് നമ്മളെ ഭരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ജൻസികൾ വലിയ രീതിയിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഒരു തുടർ ഭരണം ആവശ്യമുണ്ട്. കാരണം കേരളത്തിൽ ഇത്രയും വികസനം വന്നിട്ടുണ്ട്. ആ വികസനത്തിന് തുടർ ഭരണം വേണമെന്ന് പറയുന്നു ഒരു കൂട്ടരും. എന്നാൽ കേരളം വലിയ രീതിയിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സർക്കാരിനെതിരെ, നിലവിലെ സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒരു ജെൻസി എന്ന നിലയിൽ ഏത് രൂപത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ KSUകാരനായിരുന്നു. ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പോഴും ഐഡിയോളജിക്കലി അബ്ദുറഹ്മാൻ സാഹിബിനെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും അബുൽ കലാം ആസാദിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ സംഘടനാപരമായിട്ട് ഞാൻ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല. ഞാൻ ഒരു പാർട്ടികളോടും എനിക്ക് ഭയങ്കരമായ സ്നേഹം ഇപ്പം ഇല്ലാതിരിക്കാനുള്ള കാരണം, ഇപ്പം ഈ ഒന്നെങ്കിൽ UDF അല്ലെങ്കിൽ LDF എന്നുള്ളതാണല്ലോ. മൂന്നാമത്തെ കക്ഷി കേരളത്തിൽ വളരെ ചെറിയ NDA ഉണ്ട്. അവർ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എനിവേ, ഈ 2 കക്ഷി ഭരണവും ഭരണ തുടർച്ചയ്ക്കും എല്ലാം അപ്പുറത്തേക്ക്
കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള വാർത്തകളുടെ തലക്കെട്ടുകളൊന്ന് നോക്കുക. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം കേരളത്തിന്റെ മുഖ്യധാരക്ക് മുന്നിലുണ്ടല്ലോ, അത് ആര് ഭരിക്കണം എന്നുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വരുമ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് നമ്മുടെ മുന്നിലുള്ള തലക്കെട്ടുകൾ നോക്കുക. പ്രൈം ടൈം ഡിസ്കഷനുകളായിക്കോട്ടെ, വന്ന വാർത്തകളായിക്കോട്ടെ, അതിൽ നമ്മൾ ഈ പറഞ്ഞ വികസനമല്ല കാര്യമായിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ വികസനം മുരടിപ്പല്ലുള്ളത്. അതിന് പകരം ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, സുന്നി, AP, EK, SNDP, NSS, ഓർത്തഡോക്സ്, പെന്തക്കോസ്റ്റ്, കത്തോലിക്ക്, ലാറ്റിൻ കത്തോലിക്ക്, ഈ വാക്കുകൾ നിങ്ങൾ ഒരു സൈഡിൽ ഈ വാക്കുകൾ എടുക്കുക, ഒരു സൈഡിൽ തൊഴിൽ, ആരോഗ്യം, വികസനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ എടുക്കുക. ആർക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യാം. ഈ പറഞ്ഞ 2 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലെ വാക്കുകളാണ് കേരളത്തിലെ മാധ്യമ വാർത്തകളിൽ കഴിഞ്ഞൊരു മാസത്തിനിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ളത്? ആർക്കും എടുത്തു നോക്കാം. 110% ഉറപ്പാണ് ഈ പറഞ്ഞ മതങ്ങളും മതസംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള വാക്കും അതുമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതിനൊരു റെഡ് ഫ്ലാഗ് ആയിട്ടാണ് കാണുന്നത്. കാരണം സംഘടനകളും അതിൻ്റെ പ്രാതിനിധ്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുമ്പോഴും ഒരു നാടിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചർച്ചയാവേണ്ടത് വികസനവും തൊഴിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അത് മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ പോളിസി മാറ്റങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ആൾക്കാർ ഭരണത്തിൽ വരണം എന്നുള്ളതാണ് ആഗ്രഹം. അതിൽ ഭരണ തുടർച്ച എന്നുള്ളതിൽ ഒരു അഭിപ്രായം പറയുക എന്നുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്ററിലേക്ക് ഞാൻ എൻ്റെ സ്പേസിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല. അങ്ങനെ ഒരു ന്യൂട്രൽ ആവുക എന്നുള്ളതല്ല കേട്ടോ. ഒരാൾ ന്യൂട്രൽ ആവാൻ കഴിയില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാവും, അതെല്ലാ വീഡിയോയിലും രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷേ ഒരു പക്ഷത്തെ എൻഡോസ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ, ഒരു പൊളിറ്റിക്സിനെ എൻഡോസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അങ്ങനെ വരുന്ന സമയത്ത് ഇത് കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന വികസനം, ആരോഗ്യം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അഗൈൻ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ ഇത്രയധികം മതസംഘടനകളും സംഘടനാ പ്രശ്നങ്ങളുമായ എല്ലാ ചർച്ചകൾ നടന്നിട്ടും കേരളത്തിലെ വിദ്യാർത്ഥി ആത്മഹത്യകൾ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രോപ്പർ ഒരു ഓഡിറ്റ് നടത്തണമെന്ന് ഒരൊറ്റ MLA പോലും ഇതുവരെ, അതായത് എലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞതായിട്ട് ഞാൻ അത്ര ആ ന്യൂസ് ഞാൻ ശ്രദ്ധിക്കുന്നതിനെ കൊണ്ടാണ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ജെൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ജെൻസി പൊളിറ്റിക്സിൽ ഇറങ്ങുന്നില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആര് ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പൊളിറ്റിക്സിലേക്ക് ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണല്ലോ. ജെൻസി നാട്ടിൽ നിൽക്കണം എന്ന് പറയുന്നു. ആ ജെൻസിക്ക് നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? അക്കാഡമിക് കരിക്കുലത്തിലുള്ള എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? കോഴ്സ് സിസ്റ്റത്തിൽ, യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? തൊഴിൽ ഉറപ്പാക്കുന്നതിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? ആ ചോദ്യങ്ങൾക്കൊക്കെ കേരളം ഉത്തരം പറഞ്ഞു കൊടുക്കട്ടെ. അതിന് മാന്യമായി വൃത്തിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ പൊളിറ്റിക്സിൽ പവറിലേക്ക്, അതായത് ഇപ്പം പാർട്ടികൾക്കൊക്കെ ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതിലൊക്കെ അപ്പുറം അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഈ എല്ലാ പാർട്ടികളിലും ജയിച്ചു വരിക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. MLA-മാരായിട്ട് ജയിച്ചു വരിക എന്നുള്ളത് അത് ഒരു കാരണവശാലും മികയുന്ന സാമുദായിക സാധനത്തിലേക്ക് വരുമ്പം ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ഭാഗമായതുകൊണ്ട് മേയർ ആവുക, ഏതെങ്കിലും സമുദായം പിന്തുണച്ചതുകൊണ്ട് എന്താ പറയുക MLA ആവുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരാതിരിക്കട്ടെ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ഒരു ചർച്ച വന്നുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. മുസ്ലിം ലീഗ് പിന്നെ UDF-നെ വിഴുങ്ങുന്നു എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ പിന്നെ UDF ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാറാട് കലാപം പിന്നെ വരുമെന്ന് പറയുന്നു. കൂടാതെ മലപ്പുറത്ത് നിന്ന് കൂടുതലായിട്ടും മുസ്ലിങ്ങൾ മാത്രമാണ് വിജയിക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗത്തു നിന്ന് വരുന്നു, LDF-ന്റെ ഭാഗത്തു നിന്ന് വരുന്നു. മറിച്ച് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടും അവരും സംഘപരിവാറും കൃത്യമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളതും പിന്നെ ഈ സംഘാവ് എന്നുള്ള വാക്കൊക്കെ വരുന്നു. ഈ രൂപത്തിലുള്ള ആരോപണം, ഈ 2 ആരോപണങ്ങളെയാണ് പിന്നെ LDF പറയുന്നു ഞങ്ങളെ സംഘപരിവാറുമായിട്ട് കൂട്ടിക്കെട്ടുന്നു എന്ന് പറയുന്നു. പിന്നെ ജമാഅത്തെ ഇസ്ലാമി തീവ്ര സംഘടനകളുമായിട്ട് പിന്നെ UDF-നെ കൂട്ടിക്കെട്ടുന്നു, മുസ്ലിം ലീഗിനെ വെച്ചിട്ട് പറയുന്നു എന്ന് പറയുന്നു. ഈ 2 കാര്യങ്ങളെയും ഈ 2 പാർട്ടി എടുക്കുന്ന നിലപാടിനെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ വിഷയം തന്നെയാണത്. ഇത് 2 പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നാരറ്റീവ് ഈ പറഞ്ഞ മതങ്ങളുമായി ബന്ധപ്പെട്ട സമുദായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ചുരുങ്ങി പോകുന്നതാണ്. 2 പാർട്ടികളും അതിൽ ചുരുങ്ങി പോകുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ വളരെ ചുരുക്കം പെർസെൻറ്റേജ് മാത്രമുള്ള ആയിക്കോട്ടെ, ഇപ്പം മീഡിയ വൺ അല്ലെങ്കിൽ ഇവരുടെ ഓൺലൈനായിട്ട് ഇവർക്കുള്ള 2-3 ചാനലുകൾ, മീഡിയ ചാനലുകൾ, പേര് പറയുന്നില്ല, പേരറിയാം. അപ്പം ഇവര് മാത്രം വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒരു അലയൻസിനെ വിഴുങ്ങാൻ പറ്റില്ല എന്നുള്ളത് വളരെ മുന്നിലുള്ള ലോജിക്കാണ്. ഈ പറഞ്ഞ മുസ്ലിം ലീഗ് UDF-നെ വിഴുങ്ങുന്നു എന്നുള്ളത് ഇവർ പതിറ്റാണ്ടുകളായിട്ട് ഒരുമിച്ചുള്ള ആൾക്കാരാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാൻ പോകുന്നില്ല, അങ്ങനെ വിഴുങ്ങാനാണെങ്കിൽ അതെന്നോ തീർന്നു പോകുക എന്നുള്ളത് ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ CPM-ലാണെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ നിലപാടെടുക്കുന്ന, ഇടതുപക്ഷത്തിൽ നിന്ന് CPM-ന് വ്യതിചലനം സംഭവിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. CPM-ന് ഒരുപാട് വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും
അറ്റ് ദ സെയിം ടൈം CPM-നകത്ത് കൃത്യമായ ഇടതുപക്ഷ നിലപാടുള്ള ഒരുപാട് അധികം ആൾക്കാരുണ്ട്. ഇപ്പം ശിവൻകുട്ടിയുടെ തന്നെ എടുക്കാം. ശിവൻകുട്ടിയെ എന്താ പറയുക, ഒരു സംഘപരിവാർ ഏജന്റായിട്ട് അവതരിപ്പിക്കുന്നതിനകത്ത് വലിയ പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം, വ്യക്തിപരമായിട്ട് വലിയ വിയോജിപ്പുണ്ട്. കാരണം അതൊരിക്കലും ശിവൻകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോഴും ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെക്യുലർ ആയിട്ടുള്ള നിലപാടെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞ ചാപ്പകുത്തലാണ് ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അതൊരിക്കലും അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ ആണെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്നുള്ളതാണ്. ഈ രണ്ട് മുന്നണികളും സത്യം പറഞ്ഞാൽ ചുരുങ്ങി പോവല്ലേ, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടെന്നല്ല കേട്ടോ. ഈ പറഞ്ഞ CPM-ഉം RSS-ഉം തമ്മിൽ ഡീൽ കടന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടെ കോൺഗ്രസും RSS-ഉം തമ്മിൽ ഡീൽ കടന്നു. നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്, ആൾക്കാരുടെ പൊളിറ്റിക്സിനെ ധാരണകളെല്ലാം മാറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഒരു ആരോപണത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ CPM-ഉമായിട്ട് RSS-ഉമായിട്ടുള്ള അതൊരു ആരോപണത്തിന് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഇൻ ഷോർട്ട് വെറും ഒരു രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനകളുടെ പേര് യൂട്ടിലൈസ് ചെയ്യുന്നതും കൂട്ടിക്കെട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏത് മുന്നണി ഉപയോഗിക്കുകയാണെങ്കിലും അത് ചുരുങ്ങി പോവുകയാണെന്നുള്ളതാണ്. കാരണം ഇവർക്ക് മുന്നോട്ട് വെക്കാൻ, അതായത് 10 കൊല്ലം കേരളം ഒരു പാർട്ടി ഭരിച്ച പാർട്ടിക്ക് 10 കൊല്ലം ചെയ്ത കാര്യങ്ങൾ പറയാനുണ്ടാവണം. 10 കൊല്ലം ഒരു പാർട്ടി പ്രതിപക്ഷത്ത് വെക്കുന്നു. അപ്പോൾ 10 കൊല്ലത്തിനുള്ളിൽ അവർക്ക് ഈ 10 കൊല്ലം ഇവർ കണ്ടിട്ടുള്ളതിലുള്ള പ്രശ്നങ്ങൾ, ഇനി ഇവർ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ, അത് പറയാൻ വേണം. ഞാൻ ഒരിക്കലും ഒരു അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കില്ല. രാഷ്ട്രീയമായിട്ടുള്ള RSS-നെ പറ്റിയും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്ന് പറയല്ല. പക്ഷെ ആ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പം അത് ഉയർത്തുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഇപ്പം PV അൻവറിന്റെ വിഷയം എടുക്കാം. PV അൻവർ VD സതീശിനെതിരെ 150 കോടി രൂപയുടെ ആരോപണം നടത്തിയിരുന്നു. PV അൻവർ ഇപ്പം ഒന്ന് ബേപ്പൂര് സ്ഥാനാർത്ഥിയായിട്ട് KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ടല്ലോ, പൊള്ളയായിട്ടുള്ള ആരോപണങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനൊരു ആരോപണം ഉന്നയിച്ച് അടുത്ത 6 മാസം കഴിയുമ്പോൾ ഞാൻ പോലും ആരോപണത്തിന്റെ ഒപ്പം നിൽക്കാത്തൊരു പ്രശ്നമുണ്ടല്ലോ. ആ ആരോപണങ്ങൾ ഒരിക്കലും ഒരു നാടിന്, അതിപ്പോൾ ഏത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ അതൊരു ഉപകാരമുള്ള കാര്യമുള്ള ഒരു ഇതാണെന്നുള്ളത് തോന്നുന്നില്ല. ഈ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ളടത്തൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ളൂ അതാണെന്ന് മനസ്സിലാക്കുന്നത്. കൂട്ടിക്കെട്ടിയേക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ചാപ്പ കുത്തി കൊടുത്തേക്കാം എന്നുള്ളൊരു നിലപാടുണ്ടല്ലോ. അതിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവരുടെ ലീഡറിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിണറായി വിജയൻ തന്നെയായിരിക്കും ഞങ്ങളെ നയിക്കുക എന്നുള്ളത് ഇടതുപക്ഷം പറഞ്ഞു കഴിഞ്ഞു. UDF-ന് സ്വാഭാവികമായിട്ടും VD സതീശനായിരിക്കും നയിക്കുക എന്നാണ് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിൽ വരുമ്പം എത്ര മാർക്ക് നൽകും പിണറായി വിജയൻ എന്ന ഒരു ലീഡറിനും VD സതീശൻ എന്ന ലീഡറിനും? ഒരു പൊളിറ്റിക്കൽ വ്യൂ എന്നുള്ള നിലയിൽ എത്ര പോസിറ്റീവായിട്ടുള്ള മാർക്ക് കൊടുക്കും, എത്ര നെഗറ്റീവായിട്ടുള്ള മാർക്ക് നൽകും? ഇന്നത്തെ പിണറായി വിജയനാണ്. അതെ, തീർച്ചയായിട്ടും ഇന്നത്തെ പിണറായി വിജയന് വലിയ മാർക്ക് കൊടുക്കാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഒരു ഭരണാധികാരിക്ക് അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്. അത് വിമർശനങ്ങളാണെങ്കിലും എതിർപ്പുകളാണെങ്കിലും ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ സിംഗിൾ ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് നമുക്ക് എടുത്തു പറയാം. ഈ ചെടിച്ചട്ടി കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയടിച്ച് പൊട്ടിച്ച സംഭവമുണ്ട്. അതിനെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിണറായി വിജയൻ അല്ലാത്ത, അല്ലെങ്കിൽ പിണറായി വിജയൻ അന്ധമായി വിശ്വസിക്കാത്ത എല്ലാവർക്കും അറിയാം അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ല എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഒരു മുഖ്യമന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിക്ക് അത് പറയാം. പാർട്ടി സെക്രട്ടറിക്ക് അത് പറയല്ലാതെ വേറെ വകുപ്പില്ലല്ലോ. കാരണം അയാൾ പാർട്ടി സെക്രട്ടറിയാണ്, അയാൾ പാർട്ടിക്കാരാൽ നിയമിക്കപ്പെട്ട ആളാണ്. മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ വ്യക്തിപരമായി പിണറായി വിജയൻ എന്നുള്ള നേതാവിനോട് VD സതീശനുമായി കമ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറവ് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. VD സതീശൻ അറ്റ് ദ സെയിം ടൈം ആൾ നല്ലോണം വായിക്കുന്ന, അല്ലെങ്കിൽ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വിഷൻ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ആളാണ് എന്നുള്ളതാണ് VD സതീശൻ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അതായത് അബുൽ കലാം ആസാദിന്റെയും അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒക്കെ ചരിത്രം പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ നെഹ്റുവിന്റെ ലെഗസി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ബാക്കിയുള്ള സംഘടനകളുമായിട്ടുള്ള വെൽഫെയർ പാർട്ടി നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. അവർക്ക് പറയുന്ന പഴയ വാദങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. വാദങ്ങളില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അത് വാദങ്ങളില്ലാത്തതാണോ അല്ലെങ്കിൽ ആ വാദങ്ങൾ പുറത്തു വരാത്തതാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ചിട്ട് വേണം VD സതീശനാണെങ്കിലും നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ നിലമ്പൂരിലെ ആ സ്പെസിഫിക് പത്രസമ്മേളനത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു സംഭവം വന്നത്. ഒരു പക്ഷേ അയാൾ കുറെ കൂടെ ഡീപ്പായിട്ട് അറിഞ്ഞിട്ടായിരിക്കാം നിലപാട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 2 ഇൻസ്റ്റൻസുകളാണ് രണ്ടുപേരുടെയും നെഗറ്റീവുകളായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രൂപത്തിലുള്ള
ഒരു സർക്കാരായിരിക്കണം. ഞാൻ പാർട്ടിയല്ല പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ മുന്നേറ്റത്തിനായിട്ട്, നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ മുന്നേറ്റത്തിനായിട്ട് ഏത് രൂപത്തിലുള്ള സർക്കാരായിരിക്കണം നമ്മുടെ ഭരണത്തിൽ വരേണ്ടത്? വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന, ആളുകളെ കേൾക്കാൻ തയ്യാറാകുന്ന, എന്നാൽ അതേ സമയത്ത് കൃത്യമായ വിഷനുള്ള ഒരു സർക്കാർ ആയിരിക്കണം വരുന്നതെന്നുള്ളതാണ്. ഇത് രണ്ടും ഒരുമിച്ച് വരാൻ വലിയ പാടാണ്. ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിന് 4 അഭിപ്രായം ഉണ്ട് എന്നുള്ളതായിരിക്കും ആ സർക്കാരിൻ്റെ പ്രശ്നം. ഇപ്പുറത്തുള്ള സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു ഓപ്പൺ ആയിരിക്കില്ല എന്നുള്ളതാണ്. ആൾക്കാരെ വിമർശനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഓപ്പൺ ആയിരിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിലെ 2 കക്ഷികൾ, 2 മുന്നണികളുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് 4 അഭിപ്രായം ഉണ്ടാകും, മറ്റേ സ്ഥലത്ത് ഇവർ ആരഭിപ്രായം കേൾക്കാൻ തയ്യാറാവില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിഷനുള്ള, പ്ലാനുള്ള, എന്നാൽ ആളുകളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന തരത്തിലുള്ള സർക്കാർ വരണം ഒരു നാടിൻ്റെ വികസനത്തിന്. എന്നുള്ളതാണ് താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയൊരു വിഷയമാണ്. ഇപ്പം എൻ്റെ സ്പെസിഫിക് ജോണർ എടുക്കാനാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാലം കുറേ കൂടെ സ്പീഡിൽ പോയൊരു സമയമാണ്. ഒരു പോസ്റ്റ് 2007 മുതൽ 2020 മുതൽ വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് നമ്മുടെ കാലം മുന്നോട്ട് സഞ്ചരിച്ചത്. ആ സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളാണ് എൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾ കാണുന്നത്. അതായത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട്, മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യൽ വിഷയങ്ങൾ, പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ശ്രദ്ധിക്കാതെ പോയ കുറച്ച് ഏരിയകളാണ്. അപ്പം ഇനി ഒരു സർക്കാർ വരുന്ന സമയത്തെങ്കിലും അവർ ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എത്താതെ പോയ വിഷയങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സൂയിസൈഡിൻ്റെ കാര്യം, ടീനേജർ സൂയിസൈഡിൻ്റെ കാര്യം അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ RTI കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും നടന്ന ആത്മഹത്യകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് അതിന് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു രേഖ ഇന്നും ഇല്ല. അതായത് വളരെ ബേസിക് ആയിട്ടൊരു സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടുന്ന കാര്യമാണ്. ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. വേറെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പാരന്റ് ഇതേമാതിരി ആത്മഹത്യ എന്നൊരു കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, തുടർന്നു. അതായത് അതും ഈ പറഞ്ഞ പോലെ യാഥാർത്ഥ്യം. അതായത് കഴിഞ്ഞ ദിവസം KDF, കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ, ആ പേരിൽ ചെറിയ പ്രശ്നമുണ്ട്, ഞാനത് ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. പക്ഷെ ആ ഫെസ്റ്റിവലിന് പോയ സമയത്ത് അവിടെ വായിച്ചൊരു ഫസ്റ്റത്തെ വരി അതാണ്. അതായത് ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള പേടി എങ്ങനെ ഇവർക്ക് ഉണ്ടായി, അത് നമ്മൾ സമൂഹത്തിന്റെ പ്രശ്നമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റാത്തതുകൊണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യം അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടു. അത് ഉള്ളിൽ കിടന്നൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു എൻഡോസൾഫാൻ വിക്ടിമുകളുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കാസർഗോഡ് നിന്ന് ഇതുപോലത്തെ കേസുകൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ, അതായത് ഇതിന്റെ അടുത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള കുഞ്ഞിനെയും കൂടി കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവാറുണ്ട്. അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അതായത് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, അതാണ് മുഖ്യധാരയിലേക്ക് വരാത്ത ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പലപ്പോഴും ഇതുപോലത്തെ കേസുകളിലേക്ക് നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിലാണോ നടക്കുന്നതെന്ന്. കാരണം നമ്മളിത് അതിലെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു സർക്കാരിനെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ വിഷയം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം അവെയറാണ് എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. ആ വിഷയങ്ങൾ നമ്മൾ എത്ര തവണ റേസ് ചെയ്തെന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. എൻഡോസൾഫാൻ വിക്ടിമുകൾ ഒരു ട്രെൻഡ് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും, അല്ലാത്ത നമ്മൾ ഏത് സമയത്ത് സംസാരിക്കാറുള്ളത്. അങ്ങനെ ഇപ്പം പല വിഷയങ്ങൾ, ഇപ്പം സ്കൂളുകളിലെയും കോളേജുകളിലെയും മെൻ്റൽ ടോർച്ചർ ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്ക് ഈ സ്കൂളുകളിൽ നിന്ന് കിട്ടിയ ട്രോമ ഉണ്ടാവാറുണ്ട് ചില ടീച്ചേഴ്സിൻ്റെ ഭാഗം. കാരണം ഈ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള സംഭവം നമ്മൾ എല്ലാ കുട്ടികളെയും പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവും എന്നുള്ളത് കുട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസും അംഗീകരിക്കാൻ പോകുന്നില്ല. ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഇവർ കിട്ടിയിട്ടുള്ള ഒരുപാട് മുറിവുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ടോക്സിക് പാരന്റിങ്ങിൻ്റെ ഭാഗമായി കിട്ടിയ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ജനറേഷനാണ് ഇനി ഇവിടെ വളർന്നു വരാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ജെൻസി ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവരെ നിങ്ങൾ മെയിൻ സ്ട്രീമിലേക്ക്, ജെൻസി മെയിൻ സ്ട്രീമിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കൺസേൺ ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇവരെ നിങ്ങൾ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അങ്ങനെ ഒരു സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കാർ അതിനനുസരിച്ചുള്ള മെഷറുകൾ എടുക്കണം. അതിനൊക്കെ പറ്റുന്ന ഒരു സർക്കാർ, അതായത് ഈ ജനറേഷനിൽ ഈ പറഞ്ഞ ബാരിയറുകളൊന്നും ഇല്ലാത്ത എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന അതിനൊരു വിഷനുള്ള ഒരു സർക്കാർ വരണമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. എന്തായാലും താങ്കളുടെ വലിയ സമയത്തിന് നന്ദി. താങ്ക് യു സോ മച്ച്.